എല്ലാ പ്രേക്ഷകർക്കും മൈഫിൻ ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ₹30,000 കോടി നിക്ഷേപം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 2025 യാഥാർത്ഥ്യമായി. ഇപ്പോൾ എക്സിം ഓപ്പറേഷനും ആരംഭിച്ചു കഴിഞ്ഞു. ഈ വലിയ സ്വപ്ന പദ്ധതിയുടെ ഗുണം കേരളത്തിൽ ലഭിക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ ഇൻഫ്രാ ഡെവലപ്മെന്റും ശക്തമായ ബിസിനസ് എൻവയോൺമെന്റും അനിവാര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളം എവിടെയാണ് നിൽക്കുന്നത്? ഈ തുറമുഖത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ഇനി എത്ര കാലം കാത്തിരിക്കണം? സിംഗപ്പൂരും ദുബായും പോലെ മറ്റൊരു പോർട്ട് ബിസിനസ് ഡെസ്റ്റിനേഷൻ ആകാനുള്ള കേരളത്തിന്റെ ട്രംപ് കാർഡ് വിഴിഞ്ഞം തുറമുഖം. കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള പദ്ധതി. പക്ഷേ അനന്തമായ സാധ്യതകൾക്കിടയിലും ചില പ്രധാന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. തുറമുഖം മാത്രം മതിയോ? അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എവിടെ, എപ്പോൾ? ലോജിസ്റ്റിക്സ്, വെയർഹൌസിംഗ്, മാനുഫാക്ചറിംഗ് മേഖലകളിൽ കേരളത്തിന് വളരാൻ കഴിയുമോ? പോർട്ട് ലെഡ് ഡെവലപ്മെന്റ് തന്നെയാണോ കേരളത്തിന്റെ ഭാവി സാമ്പത്തിക മോഡൽ? ഒരു പോർട്ട് മാത്രം വന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മാറുമോ? വിഴിഞ്ഞം പോർട്ട് ട്രാൻസ്ഷിപ്മെന്റ് മാത്രം മതിയോ കേരളത്തിന്? ഈ വിഷയം ചർച്ച ചെയ്യാൻ മൈഫിൻ ബിസിനസ് ഡയലോഗിൽ അതിഥികളായി ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് ശ്രീ S.N. രഘുചന്ദ്രൻ നായർ, വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ശ്രീ ഏലിയാസ് ജോൺ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. എല്ലാവർക്കും മൈഫിൻ ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ആദ്യമായി ശ്രീ രഘുചന്ദ്രൻ നായർ, നമുക്കറിയാവുന്നതാണ് വളരെ വലിയ രീതിയിൽ തന്നെ ട്രിവാൻഡ്രം കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രൊജക്റ്റ് വളരെ മുമ്പ് തന്നെ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസോസിയേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ലാൻഡ് ബാങ്കിൻ്റെ ഒരു ഓഫറൊക്കെ TCCIയുടെ ഭാഗത്തു നിന്ന്, ഇഫ് ഐ എം നോട്ട് റോങ്, 1000 കോടി രൂപയുടെ ഒരു ലാൻഡ് ബാങ്ക് TCCI മുന്നിട്ട് TCCIയുടെ ലീഡർഷിപ്പിൽ തന്നെ അത് സെറ്റ് ചെയ്തുകൊണ്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന, വിഴിഞ്ഞത്തിലേക്ക് വരുന്ന ഇൻവെസ്റ്റേഴ്സിന് നൽകുക എന്ന രീതിയിലൊക്കെ വലിയ പദ്ധതികളാണ് അങ്ങയുടെ നേതൃത്വത്തിൽ TCCI മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി വരും കാലങ്ങളിൽ, ഇപ്പോൾ എക്സിം ഓപ്പറേഷൻസിനൊക്കെ ലൈസൻസ് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ വരും കാലങ്ങളിൽ എന്തൊക്കെയാണ് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഭാവി പദ്ധതികൾ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട്? ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ വിഴിഞ്ഞം പദ്ധതിയായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ശ്രീ ഏലിയാസ് ജോൺ 25 വർഷം മുമ്പ് ശ്രീ ഏലിയാസ് ജോൺ ആണ് നമ്മളായിട്ട് ആദ്യം സെന്റ് ജോസഫ് സ്കൂളിൽ വെച്ചാണ്, സെന്റ് ജോസഫ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇരുന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അവിടുത്തെ നമ്മൾ തുടങ്ങുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പം ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അതിനകത്ത് പങ്കാളികളായാലും ഒത്തിരി ആൾക്കാരുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ചുക്കാൻ പിടിച്ചത് ഏലിയാസ് ജോൺ ആണ്. അദ്ദേഹത്തിന് ബാക്കി കാര്യങ്ങൾ അവിടെ പറയാൻ പറ്റും. കൂടാതെ അതിൻ്റെ അകത്ത് യാത്രയ്ക്കകത്ത് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ശ്രീ സുരേഷ് ഗോപി മുതൽ പല ആൾക്കാരും നമ്മുടെ യാത്രയിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിന് മുഖ്യ പങ്ക് വഹിച്ചത് അഹമ്മദ് ദേവർകോയിലാണ്. പാറക്കല്ല് ഇല്ലാതെ, ബ്രേക്ക് വാട്ടർ ഇല്ലാതെ ഒരിക്കലും ഒരു പോർട്ട് തീരത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് അന്ന് പാറക്കല്ല് പോയി അത് സോഴ്സ് ചെയ്ത് തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന്. ഇപ്പൊ വന്നിരിക്കുന്ന സ്ഥിതി എന്ന് നമ്മൾ എപ്പോഴും പറ്റുന്നത്, നമ്മളെപ്പോഴും ഏത് കാര്യത്തും നമ്മൾ മിസ് ദ ബസ് എന്ന് പറയും. നമ്മളെ ഫസ്റ്റ് IT പാർക്ക് കേരളത്തിൽ തിരുവനന്തപുരത്താണ്, കേരളത്തിലാണ്. നമ്മള് IT പാർക്ക് വന്നു, ബാക്കി സംസ്ഥാനം എല്ലാം IT പാർക്കും കൊണ്ട് വലിയ വികസനമായി. അതേപോലെ പല കാര്യം, നമ്മൾ കെൽട്രോൺ വന്ന സമയത്തും ടെലിവിഷൻ. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ പോർട്ട് വരുന്നുള്ള എല്ലാവർക്കും അറിയായിരുന്നു. 10 വർഷം പിടിച്ച് പോർട്ട് യാഥാർത്ഥ്യമായി. നമുക്ക് ട്രാൻസ്ഷിപ്മെന്റ് കൂടാതെ നമ്മൾ നോക്കുന്നത് ഈ എക്സിം കാർഗോ കൂടെ വന്നു. പക്ഷെ നമ്മൾ 10 വർഷത്തിനകത്ത് കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ കേരള ഗവൺമെന്റ് പോലും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. ആ റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി, ഇതൊക്കെ നേരത്തെ നമ്മള് ഒരു 10 വർഷം മുമ്പ് ആലോചിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇതെല്ലാം തീർന്നനെ. അപ്പൊ ഇപ്പൊ എന്ത് പറ്റിയിരിക്കുന്നു? നമുക്കിപ്പം ലാൻഡ് ഇല്ലാന്നൊരു സൈഡ് പറഞ്ഞു, ഭൂമിയുണ്ട്, ഭൂമി ഇല്ലാത്ത കാര്യമൊന്നും. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു നമ്മളെ സമീപിക്കുമ്പോൾ ഭൂമി ഇല്ലാന്ന് പറഞ്ഞ് ഞങ്ങൾ പേപ്പറിൽ പ്രസ് റിലീസ് കൊടുത്തു. 50 സെന്റ് മുകളിലുള്ള ആൾക്കാര്, 15 കിലോമീറ്റർ ചുറ്റും ആൾക്കാര്, അവർക്ക് ഭൂമി ഉണ്ടെങ്കിൽ റോഡ് വീതി, സർവേ നമ്പർ, കിടപ്പ്, വീതി എല്ലാം കൂടെ വെച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞപ്പം നമുക്ക് ഏകദേശം 2000 ഏക്കറോളം നമ്മുടെ കയ്യിൽ ഭൂമി, ലാൻഡ് ബാങ്കിന്റെ ഡീറ്റെയിൽസ് കയ്യിലുണ്ട്.
അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി വരും എന്നുള്ള ഒരു ന്യൂസ് അങ്ങ് സ്പ്രെഡ് ചെയ്തപ്പം കേരളത്തിലെ മൊത്തമുള്ള ബ്രോക്കർ കമ്മ്യൂണിറ്റിക്കാർ ആ മേഖലയിൽ പമ്പടച്ച് അവിടെ വന്ന് ചെറിയ ചെറിയ അല്ലാതെ 1 ലക്ഷം 2 ലക്ഷത്തിന്റെ പ്രോപ്പർട്ടി 10-15 ലക്ഷം വരെ കൊണ്ട് അവർ എത്തിച്ചു കൊണ്ട് നിർത്തിയിരിക്കുക. പക്ഷെ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ നോക്കിയാൽ ലാൻഡ് ഓണേഴ്സായിട്ട് സംസാരിക്കുമ്പം ഇപ്പോഴും ആ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഭൂമിയുടെ വില 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷത്തിനകത്ത് കിട്ടും. അത് യാതൊരു സംശയമൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിൽ ആ ഡേറ്റാസും ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ ഏറ്റെടുക്കണമായിരുന്നു. സർക്കാർ ഒരു മിനിമം 2000 ഏക്കറെങ്കിലും ഏറ്റെടുത്ത് കയ്യിൽ വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് ലോജിസ്റ്റിക്സിന്റെ ആയിട്ടുള്ള ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തത്. കാര്യം കമ്പനീസിന് ലീസ് ഔട്ട് ചെയ്ത് കൊടുക്കായിരുന്നു. കാര്യം ഫാക്ടറീസിനും മറ്റതിനു വേണ്ടി. ഇപ്പം നമ്മൾ തമിഴ്നാട് നോക്ക്, അവിടെ 10,000 ഏക്കർ പല സ്ഥലത്തായിട്ട് അവർ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. സിഫ്കോട്ട് എന്ന് പറഞ്ഞ അവരുടെ ഏജൻസി, ഗവൺമെന്റ് ഏജൻസിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പറ്റിയിരിക്കുന്നത് ഗവൺമെന്റ് ഇതുവരെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്താലും മാത്രമേ നമുക്ക് ലാൻഡ് ഒരു ലീസിന്റെ ഒരു സമ്പ്രദായത്തിലായിട്ട് നമുക്ക് ലാൻഡ് പലർക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ മിസ് ചെയ്തിരിക്കുന്നത് ലാൻഡിനെ ഏറ്റെടുക്കാൻ എത്ര നാൾ വേണം. ആ ലാൻഡ് നമുക്ക് സർക്കാർ ഏറ്റെടുക്കാനായിട്ടുള്ള കാലതാമസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാലതാമസം നല്ല കാലതാമസം ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെ നമ്മള് മിസ് ബസ് വരുവാണ് എനിക്ക് പേടിയുള്ളത്. തൊട്ടടുത്ത് തമിഴ്നാട് റെഡിയാണ്. 25 കിലോമീറ്റർ അപ്പുറത്ത് തമിഴ്നാടാണ്. അവിടെ കംപ്ലീറ്റ് തൂത്തുക്കുടി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയാണ് എല്ലാ രീതിയിലും. കാര്യം ഇവിടെ നമ്മൾ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ വന്നു, ഇത്രയും കപ്പൽ വന്നതൊക്കെ നമ്മൾ പറഞ്ഞാലും ഇതിന്റെ ബിസിനസ് നമ്മൾ നാട്ടിലൊന്നും കണ്ടില്ല. ആർക്കും ജോലിയൊന്നും ആയിട്ടില്ല. ജോലി കിട്ടണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്താല് എക്സിം കാർഗോയായിട്ട് റിലേറ്റ് ചെയ്തുള്ള ആക്ടിവിറ്റി വരുമ്പോഴാണ് നമുക്ക് ജോബ് ജനറേഷൻ വരുന്നു, റവന്യൂ ജനറേഷൻ വരുന്നു. ആ ഏരിയയിൽ മൊത്തം വികസനമായിട്ട് വരാം. ഇപ്പൊ മുഖ്യമന്ത്രി, ഇപ്പൊ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി നമ്മുടെ മിഷൻ സമുദ്ര എന്ന് പറഞ്ഞൊരു പദ്ധതിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുക. ഭാഗ്യത്തിന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇപ്പം പോർട്ട് മന്ത്രിയാണ്, അദ്ദേഹത്തിന് സെക്രട്ടറി തന്നെ പോർട്ട് സെക്രട്ടറിയാണ്. ഇപ്പൊ ഈ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അവർ ഫോക്കസ് ചെയ്ത് വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അതിനൊക്കെ നമ്മൾ ഓരോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സിലും കോൺട്രവേഴ്സിലും പോയി ചാടാതെ നമ്മൾ ഈ രണ്ട് ഗവൺമെന്റും സപ്പോർട്ട് ചെയ്ത് പോയാൽ ഇടതും വലതും കൂടെ നിന്ന് BJPയും കൂടെ നിന്ന് നമുക്ക് ഇതൊരു വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എക്കോസിസ്റ്റം ഇവിടെ ഉണ്ട്. ഈ എക്കോസിസ്റ്റത്തിന് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യാനാണ് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല, വി വിൽ ബി ഏബിൾ ടു ഡു ദാറ്റ്. പക്ഷെ ഫസ്റ്റ് തിങ് ഈസ് ലാൻഡ് ഈസ് ഇമ്പോർട്ടന്റ്. ലാൻഡ് അക്വയർ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഓരോ പാർട്ടിയുടെ ഓരോ ലാൻഡ് പോയി നിങ്ങൾ പോയി ഡയറക്റ്റ് നെഗോഷിയേറ്റ് എന്ന് പറയുന്നത് ഇസ് നോട്ട് എ സൊല്യൂഷൻ. അതുകൊണ്ട് ഗവൺമെന്റ് മസ്റ്റ് ടേക്ക് ദ പ്രയോറിറ്റി. ബിക്കോസ് വലിയ ഞാനിപ്പം മുഖ്യമന്ത്രി ആ പോർട്ടിന്റെ എക്സിം കാർഗോ ഇനോഗ്രേറ്റ് ചെയ്യുന്ന ദിവസം അതേ ഒരു സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് വിളിച്ചായിരുന്നു. ആ മീറ്റിംഗ് പുറത്തുനിന്നുള്ള ആൾ ഞാൻ മാത്രമേ, ബാക്കി 25 ഷിപ്പിംഗ് കമ്പനീസ്, ഷിപ്പിംഗ് റിലേറ്റഡ് ലോജിസ്റ്റിക് കമ്പനീസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അവർ ചോദിച്ച കാര്യം ഇതാണ്, കൻ യു മേക്ക് ലാൻഡ് അവൈലബിൾ ഫോർ അസ് ടു സെറ്റ് അപ്പ് വെയർ ഹൗസിംഗ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച യൂസഫ് അലി ഇവിടെ ഉണ്ടായിരുന്നു. യൂസഫ് അലി വന്നപ്പം അതുമായിട്ട് ഞങ്ങൾ സംസാരിച്ച അദ്ദേഹം 10 ഏക്കറോളം സ്ഥലം എടുത്തിട്ട് ലോജിസ്റ്റിക് പാർക്ക് ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. ബട്ട് ഹി ഡസന്റ് വാണ്ട് ഗവൺമെന്റ് ലാൻഡ്, ഹി ഈസ് വില്ലിംഗ് ടു ബൈ പ്രൈവറ്റ് ലാൻഡ്. ബട്ട് ലാൻഡ് കോസ്റ്റ് കനോട്ട് ബി പ്രൊഹിബിറ്റഡ്ലി ഹൈ. ലാൻഡ് കോസ്റ്റിന്റെ വാല്യൂ കൂടി പോയാൽ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് കൂടി, പിന്നെ അതിനകത്ത് ഒരു ഫീസിബിലിറ്റി വരുമ്പോൾ അത് ഫീസിബിൾ ആവത്തില്ല. ബാക്കി തൊട്ടടുത്ത സംസ്ഥാനത്തൊക്കെ ഇറ്റ് ഈസ് ഓൺലി ത്രോ അവേ പ്രൈസ്. സോ ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് കേരള ഗവൺമെന്റ് മസ്റ്റ് ഫോക്കസ് ഓൺ ലാൻഡ് അക്വിസിഷൻ. അത് നമ്മുടെ റിയൽ ആയിട്ട് പൊട്ടൻഷ്യൽ ടാപ്പ് ചെയ്യണമെങ്കിൽ കേരള ഗവൺമെന്റ് മസ്റ്റ് കം ഫോർവേഡ് ആൻഡ് അക്വയർ ലാൻഡ് ആൻഡ് മേക്ക് ഇറ്റ് അവൈലബിൾ ഫോർ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. വ്യക്തമാണ്. ശ്രീ ഏലിയാസ് ജോൺ, ഇപ്പോൾ വിഴിഞ്ഞം മദർഷിപ്പ് ആക്ഷൻ കൗൺസിൽ നോക്കുകയാണെങ്കിൽ 1990കളുടെ തുടക്കത്തിൽ തന്നെ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ്. താങ്കളാണ് ആ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തുള്ളത്. ഈ ഒരു 1990കളുടെ തുടക്കത്തിൽ മുതലുള്ള ഒരു ജേണി നോക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള കോർപ്പറേറ്റ് ആക്ഷൻസും പൊളിറ്റിക്കൽ ആക്ഷൻസും ഒക്കെ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ എക്സിം ഓപ്പറേഷൻസ് ലൈസൻസ് കൂടി ഇപ്പോൾ വിഴിഞ്ഞം മദർ പോർട്ടിന് ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഈ വിഴിഞ്ഞം പോർട്ട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒരു ഷോർട്ട് ടേമിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ശ്രീ രഘുചന്ദ്രൻ നായർ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചല്ലോ. നമുക്ക് ഈ ലീഡർഷിപ്പിന് ഇത്തരത്തിലൊരു പ്രൊജക്ടിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. അതാണ് സത്യം. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുമില്ല, നമ്മുടെ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പിനും.
എല്ലാവരും കാണുന്നത് എന്താണ്? ഇന്ത്യയിലെ ഒരു JNPT, അല്ലെങ്കിൽ ഒരു കുളത്തോട്ടപ്പുറത്തുള്ള ഒരു കൊളംബോ, അല്ലെങ്കിൽ ഒരു ദുബായ്, ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പോർട്ടുകളുമായിട്ടുള്ള ഒരു താരതമ്യമാണ് ഈ പോർട്ടിനെ, നമ്മുടെ ട്രിവാൻഡ്രം പോർട്ടിനെ കുറിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും ഉള്ളത്. ഒരു വർഷം മുമ്പ് അതുപോലും ഇല്ലായിരുന്നു. വാസ്തവത്തില് എനിക്ക് തോന്നുന്നു നമുക്ക് മത്സരിക്കാവുന്ന ഒരു പോർട്ട് ഇന്നില്ല, ലോകത്തിലില്ല. അതിനേക്കാളും ഒക്കെ വളരെ വളരെ ഉയരത്തിലാണ് നമ്മുടെ പോർട്ടിന്റെ സാധ്യത. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. വേൾഡ് ട്രേഡ് നമ്മുടെ മുമ്പിൽ കൂടിയാണ് പോകുന്നത്. ചൈനയുടെ മുമ്പിൽ കൂടെ പോകുന്നില്ല, അല്ലെങ്കിൽ ദുബായിയുടെ മുമ്പിൽ കൂടെ ഒട്ടും പോകുന്നില്ല. പിന്നെയും പോകുന്നത് സിംഗപ്പൂരിന്റെ മുമ്പിൽ കൂടെയാണ്. പക്ഷെ സിംഗപ്പൂരിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും അനുയോജ്യമായ ഒരു ലൊക്കേഷൻ എന്ന് നാളെ വിലയിരുത്തപ്പെടാൻ പോകുന്നത്, ഞങ്ങളൊക്കെ വിലയിരുത്തി കഴിഞ്ഞതാണ്, 30 വർഷമായിട്ട് ഞങ്ങൾ വിലയിരുത്തിയതാണ്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പോർട്ട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യപ്പെടുന്ന ഷാങ്ഹായ്, സിംഗപ്പൂർ. ഷാങ്ഹായ് ഏകദേശം 5.5 കോടിയാണ്. സിംഗപ്പൂർ 4-4.5 കോടിയാണ് ഒരു വർഷം ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് 10 കോടി ഹാൻഡിൽ ചെയ്യാം, യാതൊരു സംശയമില്ല. 10 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാമെന്ന് ഇന്ന് ഇവിടെ ഒരു ഉദ്യോഗസ്ഥനോ ഒരു പൊളിറ്റീഷ്യനോ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല, വാ തുറന്നിട്ടില്ല. അത്ര അധികം. കാരണം ഇത് അദാനി തന്നെ ആദ്യം അവര് വിചാരിച്ചിരുന്നത് 4 ലക്ഷം കണ്ടെയ്നർ ഒരു വർഷം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ്. ആദ്യത്തെ വർഷം വി ഹാവ് ഓൾമോസ്റ്റ് റീച്ച്ഡ് 13 ലക്ഷം നമ്മൾ എത്തി. 12,96,000 എത്തി. അപ്പോ ഇൻവെസ്റ്റ് ചെയ്ത അദാനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഗ്രോത്ത് ആണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? MSE 49% ഷെയർ എടുക്കുകയാണ്. MSE ഷെയർ എടുത്താൽ കംപ്ലീറ്റ് MSEയുടെ ലോഡ് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. അതിനുള്ള യാതൊരു ഫെസിലിറ്റിയും നമ്മുടെ പോർട്ടിന് ഇല്ല. ഇപ്പോ 57 ലക്ഷം എന്നുള്ള ടാർഗറ്റ് വെച്ചിട്ട് 2000 മീറ്റർ ബർത്ത്, 4000 മീറ്റർ ബ്രേക്ക് വാട്ടർ. ഇത് വളരെ വളരെ പരിമിതമായ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് തന്നെ 57, 60, 65 ലക്ഷമോ കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്താൽ ഇത് പുറത്തെങ്ങോട്ടാണ് പോകുന്നത്? ഉദ്ഘാടനം ചെയ്ത റോഡ് പോലും, ഇന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്ത ഉദ്ഘാടനം ചെയ്ത റോഡ് പോലും അടച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടെ വന്ന കണ്ടെയ്നർ, ആലപ്പുഴയിൽ നിന്ന് കണ്ടെയ്നർ വന്നു, എറണാകുളത്തു നിന്ന് വന്നു, തിരുവനന്തപുരത്ത് നിന്ന് വന്നു. ഇതെല്ലാം വന്നത് നിലവിലുള്ള ട്രാൻസ്പോർട്ട് ബസ് ഓടുന്ന റോഡിൽ കൂടിയാണ്. NHL കൂടെ ആ കണ്ടെയ്നറുകളെ കടത്തിവിട്ടില്ല. ഇവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്തു, റോഡ് ഓപ്പൺ ചെയ്തത് 2026 ജനുവരി മാസം LDF പോകുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തിട്ട് പോയതാണ്. ആ റോഡ് ഇപ്പോഴും അടച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ പ്രൂഫ് തരാം. ഈ എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ അതിന്റെ പേരിൽ ജനരോഷം ഇളകും ഈ തുറമുഖത്തിനെതിരെ. അപ്പോ NH കണക്ട് ചെയ്തിട്ട് പോലും അത് ഉപയോഗപ്പെടുത്താൻ ഇവിടെ ആരും തയ്യാറാകുന്നില്ല, ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള വിവരം ഗവൺമെന്റ് അറിയുന്നു പോലുമില്ല. അപ്പോ ബേസിക്കലി ഇത്തരം ഒരു മെഗാ പ്രോജക്റ്റ് അതിങ്ങനെ ഒരു വശത്തുകൂടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ലാൻഡ് സൈഡിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രവർത്തനവും, ഇനി വിസിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ പ്ലാൻ ചെയ്തിടത്തോളം 10 വർഷമായിട്ട് ഞങ്ങളൊന്നും കാണുന്നില്ല. ഈ തമിഴ്നാട്ടിലോട്ട് പോകേണ്ട ഒരു റോഡിന് 8 സെന്റ് ഭൂമി എടുക്കണം. 8 സെന്റ് ഭൂമി ഇതുവരെയും എടുത്തിട്ടില്ല. 8 സെന്റ് ഭൂമി. ഇതാണ് നമ്മുടെ പോർട്ടിന്റെ അവസ്ഥ. അപ്പോ കഴിഞ്ഞ 10 വർഷമായിട്ട് 2015 ഡിസംബർ മാസം 5-ാം തീയതി നിർമ്മാണം തുടങ്ങിയ ഒരു പോർട്ട് 10 വർഷമായിട്ട് നിർമ്മാണം അദാനിയുടെ ചുമതലയാണ്, കേരള ഗവൺമെന്റ് ചുമതലയാണ്. കേരള ഗവൺമെന്റ് അതിന്റെ ലീഗൽ സപ്പോർട്ടൊക്കെ കൊടുത്താൽ മതി. അപ്പൊ അദാനി അവിടെ വർക്ക് ചെയ്യുമ്പോൾ ലാൻഡ് സൈഡിൽ ഗവൺമെന്റ് എന്ത് ചെയ്യായിരുന്നു? ഞങ്ങളത് നിരവധി തവണ എല്ലാ വേദികളിലും ഉന്നയിച്ചതാണ്. ലാൻഡ് സൈഡിൽ നമ്മൾ ആവശ്യത്തിന് ഭൂമി എടുക്കണം, റോഡ് ഡെവലപ്പ് ചെയ്യണം, റെയിൽ നെറ്റ്വർക്ക് ഉണ്ടാക്കണം, ലോജിസ്റ്റിക് പാർക്കുകൾ ഉണ്ടാക്കണം, വെയർഹൌസുകളുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കണം, ട്രിവാൻഡ്രം ഔട്ടർ റിംഗ് റോഡ് ഡെവലപ്പ് ചെയ്യണം, തമിഴ്നാട് കണക്ട് ചെയ്യുന്ന ബൈപ്പാസും വേണം, NH വേണം, കാട്ടാക്കട അമ്പാസമുദ്രം തിരുനെൽവേലി റോഡ് വേണം, തുടങ്ങി നിരവധി ആവശ്യങ്ങൾ. ഷിപ്പ് റിപ്പയർ, ഇവിടെ ഷിപ്പ് വന്നിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റാതെ പലയിടത്തോട്ടും പോവുകയും ആങ്കറേജിൽ 8-10 ദിവസം കിടക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു സംവിധാനം ഇപ്പോഴും ഒരു 10, 25, 30 വർഷം മുൻപുള്ള ഒരു കേരള സർക്കാർ, അതിലെ കുറെ ഉദ്യോഗസ്ഥർ അവരുടെ ഒച്ചിഴയുന്ന വേഗത്തിലുള്ള ചിന്താഗതിയും തീരുമാനങ്ങളും നയങ്ങളും നടപ്പിലാക്കുന്നതിനപ്പുറം കടം വാങ്ങി ബോണസ് കൊടുക്കുക. ഇത് ഒരു കീഴ്വഴക്കമാണല്ലോ. ഓണം വരുമ്പോൾ എവിടെന്നെങ്കിലും കടം വാങ്ങി ബോണസ് കൊടുക്കുക. അടുത്ത ഓണത്തിനെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ ബോണസ് കൊടുക്കും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ എന്ന് പറയാൻ ഈ മുഖ്യമന്ത്രി പോലും തയ്യാറായിട്ടില്ല.
കാരണം എന്താണ്, അവരാരും ഇത് പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഈ തുറമുഖത്തിന്റെ സാധ്യത എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല. ഇപ്പൊ MSC 49% ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് കേരളം പോലെ പൊളിറ്റിക്കലി വളരെ അധികം പ്രശ്നങ്ങളുള്ള ഒരു സംസ്ഥാനത്ത്, ട്രേഡ് യൂണിയൻ മിലിറ്റൻസി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അവരെങ്ങനെയാണ് 49% 13,000 കോടി രൂപ മുടക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? അവർക്ക് മനസ്സിലായി അതിന്റെ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടെന്നും അവർക്ക് അത് തിരിച്ച് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമെന്നും അവർക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ 100-ൽ 1 അംശം പോലും ഇവിടെ ഭരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. 1-2 പേർ, വിരലിലുണ്ടാവുന്ന 1-2 ഉദ്യോഗസ്ഥർ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അവർക്കറിയാം. പക്ഷെ അവരെല്ലാം വായി കൂടി കെട്ടപ്പെട്ടിരിക്കുകയാണ്, അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോ ഇത്രയും വലിയൊരു പ്രൊജക്ട് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു പ്രൊജക്ട് വന്നിട്ട് അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഹോർമോസ് പ്രശ്നം കാരണം ദുബായ് ഓൾമോസ്റ്റ് ക്ലോസ്ഡ്. അവര് 38 ലക്ഷം ഒരു മാസം കൈകാര്യം ചെയ്തിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ മാസങ്ങളിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയത് വെറും 3 ലക്ഷമാണ്. 3 ലക്ഷം, 3 എന്ന് പറഞ്ഞാൽ 91% അവരുടെ വ്യാപാരം കുറഞ്ഞു. എന്താണ് അവര് ചെയ്തതെന്നറിയാമോ? അവര് കോർഫക്കാനും ഫുജറയിലും പുതിയ പോർട്ടുകൾ പണിയാൻ തീരുമാനിക്കുക. അടുത്ത 3 വർഷത്തിനകം ഏകദേശം 2.5 മില്യൺ 3 മില്യൺ കപ്പാസിറ്റി ഉള്ള പോർട്ട് വെറും 3 വർഷം കൊണ്ട് അവർ യാഥാർത്ഥ്യമാക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് മനസ്സിലായി വേൾഡ് ട്രേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് അവർക്കറിയാം, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് അവർക്കറിയാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് അറിയാവുന്ന ഒരു ലീഡർഷിപ്പ് നമുക്കില്ല, ഇപ്പോഴുമില്ല. പുതിയ മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ അദ്ദേഹം കാര്യങ്ങൾ നീക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള വിഷമം, ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്. കഴിഞ്ഞ സർക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെച്ചമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. കാര്യം 3 മാസത്തിനുള്ളിൽ ഗേറ്റ് തുറന്നു, അറ്റ്ലീസ്റ്റ് ഗേറ്റ് തുറന്നു. അങ്ങനെ ഒരു ചെറിയ പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നൽ ഈ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം നമുക്കുള്ള സാധ്യതകൾ, കാസർഗോഡ് മുതൽ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിവുള്ള ഒരു പദ്ധതിയാണ് ഈ തുറമുഖം. പക്ഷെ അതിനനുസരിച്ച് 5 സെന്റ് ഭൂമി പോലും ഇന്ന് അദാനിക്ക് കൊടുത്തതിന് പുറമെ കേരള ഗവൺമെന്റ് ഏറ്റെടുത്തില്ല. അതല്ലേ തമിഴ്നാട്ടിലോട്ട് പോകേണ്ട 8 സെന്റ് ഭൂമി പോലും ഏറ്റെടുത്തിട്ടില്ല. അവിടെ ഒരു പെട്ടിക്കട, ഒരു അമ്മച്ചി ഒരു ചായക്കട വെച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവര് പറയുന്നുണ്ട് അവർക്കുള്ള ഭൂമിക്ക് പൈസ കൊടുക്കാമെന്ന് പറയുന്നു, പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല. പോർട്ടിന്റെ കപ്പൽ വന്നിട്ട് 2024 ജൂലൈ മാസം 11-ാം തീയതി ആദ്യ കപ്പൽ വന്നു. 2 വർഷം കഴിഞ്ഞു. എന്താണ് ഗവൺമെന്റുകൾ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ലോകത്തിന്റെ മുന്നിൽ നമുക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട്, ഞാനിപ്പോ ഏറ്റവും ഒടുവിൽ വിയറ്റ്നാംകാർ പറയുന്നത് അവർക്കുള്ള ഒരു ബദൽ, കൊളംബോയ്ക്കും സിംഗപ്പൂരിനും ബദലായിട്ട് അവരുടെ കാർഗോ യൂറോപ്പിൽ എത്തിക്കാൻ പറ്റിയ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞമെന്ന് വിയറ്റ്നാംകാർ പറയുന്നു. നമ്മൾ ഒരിക്കലും വിയറ്റ്നാമിന്റെ കാർഗോ ഡയറക്റ്റ് ഇവിടെ വരുമെന്ന് ഒരു കാലത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പരമാവധി പറഞ്ഞത് ഇന്ത്യൻ ഓഷ്യൻ റിം നേഷൻ എന്ന് പറയുന്ന 28 രാജ്യങ്ങൾ. വിയറ്റ്നാം എത്ര അകലെയാണ് കിടക്കുന്നത്? നമ്മളിൽ നിന്ന് സെയിലിംഗ് ഡിസ്റ്റൻസ് തന്നെ ഏകദേശം 7-8 ദിവസമുണ്ട്. അത്രയും അകലെയുള്ള വിയറ്റ്നാംകാർ പറയുന്നു അവരുടെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായിട്ട് അവർക്ക് വിഴിഞ്ഞത്തെ കൺസീവ് ചെയ്യാൻ പറ്റും. അപ്പോ ഇങ്ങനെ ലോകം മുഴുവനുമുള്ള സാധ്യതകൾ നമ്മൾ വിചാരിക്കുന്നതിന്റെ 100 മടങ്ങാണ്. ഗ്ലോബൽ ട്രേഡിന്റെ ഏകദേശം 40% കടന്നു പോകുന്നത് നമ്മുടെ മുമ്പിലൂടെയാണ്. ഇത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു വിഷൻ വേണം, അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് വേണം, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു മെഷീനറി വേണം. ഇതൊന്നുമില്ലാത്തൊരു നാട്ടിൽ ഈ ഒച്ചിഴയുന്ന വേഗതയിൽ 2 കൊല്ലം കൊണ്ട് നമ്മളൊരു ഗേറ്റ് തുറന്നു എന്ന് പറയാം. അദാനിയും MSCയും കൂടെ വിചാരിച്ചപ്പോൾ 1100 ഷിട്ടം, പ്രിസൈസ്ലി 1102 കപ്പലുകളാണ് ഇപ്പൊ, 2ാമത്തെ കപ്പലാണ് ഇപ്പൊ ബർത്തി കിടക്കുന്നത്. അത് വരുന്നു, ട്രാൻസ്ഷിപ്പ് ചെയ്യുന്നു, അവരങ്ങ് തിരിച്ചു പോകുന്നു. നാട്ടിലിരിക്കുന്നവർക്ക്, ഈ ഗേറ്റിന്റെ പുറത്തിരിക്കുന്നവർക്ക് എന്ത് ഗുണം? ഒരു ചായ പോലും അഡീഷണൽ വിൽക്കുന്നില്ല എന്നാണ് തൊട്ടടുത്തുള്ള കടക്കാരൻ പറഞ്ഞത്. അപ്പോ ഇത് ലാൻഡ് സൈഡിൽ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ബോധപൂർവമായ നിരവധി പ്രവർത്തനങ്ങളുണ്ട്. ഇന്നലെ 25-ാം തീയതി ഒരു ഗ്ലോബൽ സെമിനാർ നടന്നു. ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഡെസ്റ്റിനേഷനായിട്ട് ഏത് റീജിയനാണ് വളരുന്നത്, അല്ലെങ്കിൽ സാധ്യത എവിടെയാണ് എന്ന് പറയുന്നിടത്ത് അവർ 3 രാജ്യങ്ങളാണ് പറയുന്നത്: വിയറ്റ്നാം, മലേഷ്യ, ഇന്ത്യ. ഇന്ത്യ എന്നാണ് പറയുന്നത്, കേരളം പറയുന്നില്ല, ട്രിവാൻഡ്രം പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും മാർക്കറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് ഈ പറയുന്ന റോട്ടർഡാമിൽ ഇരിക്കുന്ന ആ കമ്പനിയെ നമ്മൾ ആരും ബോധ്യപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇപ്പോഴും നമ്മൾ ഒച്ചിഴയുന്ന വേഗതയിൽ പഴയ ഒരു NGO ലൈനിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വരും തലമുറയോട് ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും എന്ന് മാത്രമാണ് ഞാനിപ്പോ പറയുന്നത്. അടുത്ത ബ്രേക്കിൽ ഞാൻ ബാക്കി പറയും. വ്യക്തമാണ്.
ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ വിഴിഞ്ഞം പ്രൊജക്ട് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ കോൺസെൻസസ് ഇല്ലായ്മ വളരെ വലിയ രീതിയിൽ തന്നെ ഈ പ്രൊജക്ടിനെ ബാധിച്ചിട്ടുണ്ട്. ഇനി വരും കാലങ്ങളിലും ഈ പൊളിറ്റിക്കൽ കോൺസെൻസസ് ഇല്ലാത്തതും ഇപ്പോൾ ശ്രീ ഏലിയാസ് ജോൺ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ബ്രാസിനും ബ്യൂറോക്രാറ്റിക് ബ്രാസിനും ഈ ഒരു പദ്ധതിയെക്കുറിച്ചോ ഈ ഒരു പദ്ധതിയുടെ ഒരു പോസിബിലിറ്റീസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്തതും ഈ ഒരു പ്രൊജക്ടിനെ എങ്ങനെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളത്? നമ്മൾ പൂർണ്ണമായി അതിനെ രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഇല്ലായ്മയുടെ നാളുകൾ മുൻകാലങ്ങളിലായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ബ്ലൂ ഇക്കോണമിയെ കുറിച്ച് ആദ്യം തന്നെ വാചാലമായി സംസാരിക്കുന്നു. അതിനുശേഷം ബഡ്ജറ്റിൽ, കേരള സംസ്ഥാനത്തിന്റെ ആദ്യ ബഡ്ജറ്റിൽ, വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ തന്നെ ആ ബ്ലൂ ഇക്കോണമിയുടെ സാധ്യതകളും വിഴിഞ്ഞം കേന്ദ്രീകൃതമായ ഒരു തുറമുഖ നഗരമായി കേരളത്തെ ആകമാനം കാണുകയും അവിടെ കണക്ടിവിറ്റി, അവിടെ റെയിൽ കണക്ടിവിറ്റി, എയർ കണക്ടിവിറ്റി, പോർട്ട് കണക്ടിവിറ്റി, കേരളത്തിലെ 18 ചെറിയ തുറമുഖങ്ങളും 2 ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലുകളും എല്ലാം ചേർന്നുകൊണ്ട് വിശാലമായ ഒരു കണക്ടിവിറ്റി കോറിഡോർ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെൽത്തായ മിനറൽ വെൽത്ത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാവി കേരളത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു ഇച്ഛാശക്തി ഇല്ല എന്ന് പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നാമെങ്കിലും ഇപ്പോൾ വൈകിയെങ്കിലും ദിശാബോധം കൈവന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് മാത്രമല്ല, വി ഹാവ് ടു ഗിവ് എ ഗവൺമെന്റ് എ ചാൻസ് ടു വർക്ക്. എന്നാൽ ഈ 10 വർഷം വൈകിയതിന്റെ, അതായത് 2015 ഇത് ഏതാണ്ട് കോൺസെപ്ഷലൈസ് ചെയ്ത് ഡ്രോയിങ് ബോർഡിൽ വന്ന് തുടക്കം കുറിക്കുകയാണ് ഉമ്മൻചാണ്ടി കാലഘട്ടത്തിലാണ്. അതിനുശേഷം ലാൻഡ് ഏറ്റെടുക്കൽ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയം ലാൻഡ് ഏറ്റെടുക്കലാണ്. 1600 കോടിയുടെ ബാധ്യതയാണ് കണക്കാക്കിയിരുന്നത്. ഇന്നത് 3200 കോടിയായി മാറിയിരിക്കും. അത് വകയിരുത്തിയിട്ടുണ്ട് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ചില ക്രിയാത്മകമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെ പറയുന്നു. ഇത് നോക്കൂ, ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസിനെ കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് MSCയെ പോലെയുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പോലെയുള്ള ഒരു വിഖ്യാതമായ കമ്പനി ഇതിനകത്ത് അദനി പോർട്സിൽ 49% ഓഹരി വിഹിതം, അതായത് ഏതാണ്ട് 1300 കോടി രൂപ മുടക്കാൻ 13,000 കോടി രൂപ മുടക്കാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ തീർച്ചയായും അതിന്റെ സാധ്യതകളെ വ്യവസായ ലോകം, ആഗോള സമൂഹം, ആഗോള വ്യവസായ കോർപ്പറേറ്റുകൾ തീർച്ചയായും അത് ഗൗരവമായി പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് വിഴിഞ്ഞത്തിന്റെ ശോഭ കെടുന്നു? ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ അഭാവമാണ്. ഇതൊരു മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ആരും കാണാൻ തയ്യാറാവുന്നില്ല. ഇവിടെ ആകെപ്പാടെ തയ്യാറാവുന്നത് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാര്യമായ വരുമാനം ഉണ്ടാകാനില്ല എന്നതാണ് വാസ്തവം. കാരണം യഥാർത്ഥത്തിൽ ഇതിനെ ഇപ്പോൾ സംഭവിച്ചതുപോലെ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ഹബ്ബായി ഇതിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് വരുമാനമുണ്ടാകും. ഒരു ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണെങ്കിൽ കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കി വെക്കുന്നു, മദർഷിപ്പുകളിൽ നിന്നും കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കി വെക്കുന്നു. അത് തന്നെ ഇറക്കി വെക്കാനുള്ള വേണ്ട സൗകര്യങ്ങളില്ല. അതിനുശേഷം മറ്റ് ഫീഡർ ഷിപ്പുകളിലേക്ക് അത് മാറ്റുന്നു, മറ്റു തുറമുഖങ്ങളിലേക്ക് പോകുന്നു. അതാണ് ഒറിജിനലി പ്ലാൻ ചെയ്തത്. അതിന്റെ ഒരു ബ്രേക്ക് ഈവൻ ആകണമെങ്കിൽ എത്ര കാലമാണ് എടുക്കുക? ഇതിന്റെ ഒറിജിനൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഏതാണ്ട് 15 വർഷത്തോളം കാര്യമായി ഒരു വരുമാനവും സംസ്ഥാന സർക്കാരിന് കിട്ടില്ല. പിന്നീട് അതിന് പോർട്സിൽ ലഭിക്കുന്ന വരുമാനത്തിന്റെ 15ാം വർഷം, 2015 കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് 2025 കഴിഞ്ഞ് 2040 കഴിയുമ്പോൾ 1%, 41-ൽ 2%, 3%, അങ്ങനെ പിന്നീടുള്ള വർഷങ്ങളിൽ ഈ 40 വർഷത്തെ കരാറാണ്. വേണ്ടി വന്നാൽ 20 വർഷം കൂടെ പുതുക്കാം. അങ്ങനെ 2075 ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് കൈമാറപ്പെടേണ്ടത്. കേരള സർക്കാരിന് അത് പൂർണ്ണമായ ഓണർഷിപ്പും അവകാശവും നടത്തിപ്പ് ചുമതലയും കൈമാറപ്പെടേണ്ടത് അപ്പോഴാണ്. അപ്പോഴത്തേക്ക് കാര്യമായ വരുമാനം ലഭിച്ചു തുടങ്ങും. അപ്പോഴത്തേക്ക് 1-2 തലമുറകൾ മൺമറഞ്ഞു പോകുന്ന ഒരു സമയമാണ്. അത്രയധികം വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോഴാണ് ബദൽ മാർഗങ്ങൾ, യഥാർത്ഥത്തിൽ വരുമാനം ഉണ്ടാക്കാനുള്ള പ്രധാന മാർഗം. നമ്മുടെ വിഭവങ്ങൾ ഈ കെട്ടിക്കിടക്കാതെ 10-25 ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്ന വിപണികളിൽ ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ ഈ ട്രാൻസ്ഷിപ്മെന്റ് വലിയൊരു വിഷയമായി വരുന്നു. ഇവിടെ ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ട് കേരളത്തിന്റെ വിഭവങ്ങൾ
കയറ്റി അയക്കാവുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത്. കൊളംബോയാണ്. ഏതെങ്കിലും ഒരു കൊച്ചിയിലേക്ക് കൊണ്ടുപോകണം, കൊച്ചിയിൽ നിന്നും കണ്ടെയ്നറുകളിലാക്കി അത് കൊളംബോയിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ദുബായിലേക്ക് എത്തിക്കണം, അവിടെ നിന്ന് മറ്റു കപ്പലുകളിൽ കയറ്റി മറ്റ് ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ 25-30 ദിവസം കൊണ്ട് ചരക്കുകൾ എത്തേണ്ടടുത്ത് ഇരട്ടിയിലധികം 60, 70, 80 ദിവസമാണ് എടുക്കുന്നത്. ഈ ലോജിസ്റ്റിക്കൽ ഡിലേ എന്ന് പറയുമ്പോൾ അത് വലിയ കോസ്റ്റ് ഓവർറണിലേക്ക് കലാശിക്കും. ഇതൊക്കെ പരിഗണിക്കുമ്പോൾ കേരളത്തിൽ നിന്നും വ്യവസായം ചെയ്യാൻ, കയറ്റുമതി ചെയ്യാൻ, ഇറക്കുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിൽ നിന്നും യഥാർത്ഥത്തിൽ എക്സിം ഒരു ഹബ്ബായി ഉള്ള പകർന്നാട്ടം വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതയാണ്. ഇനിയുമാണ് അങ്ങനെ വരണമെങ്കിൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇവിടെ എല്ലാവരും കൂടുതലായി സൂചിപ്പിച്ചത് അടിസ്ഥാന സൗകര്യ വികസനം, റിംഗ് റോഡ് ഉണ്ടാകണം, സ്ഥലം ഏറ്റെടുക്കണം. ഏതാണ്ട് വലിയ തുകയാണ് കേരളത്തിലെ ലാൻഡിന്റെ ഏറ്റെടുക്കണം. യഥാർത്ഥത്തിൽ അവിടെ ലോക്കൽ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകും. ലാൻഡിന്റെ അന്യായമായ വിലയാണ് ചോദിക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരു വിശാലമായ കാഴ്ചപ്പാട് തന്നെ ഉണ്ടാക്കേണ്ടതായി. ട്രേഡ് യൂണിയൻ കൾച്ചർ എന്ന് വേണ്ട സകല കാര്യങ്ങളും, അതോടൊപ്പം റെയിൽ കണക്ടിവിറ്റി കൂടി ആവശ്യമുണ്ട്. ബലരാമപുരം വരെ, വിഴിഞ്ഞത്തോട്ടും ബലരാമപുരം വരെയുള്ള തുരങ്കപാത ഉൾപ്പെടെയുള്ള പാത, അതിന്റെ നിർമ്മാണം എവിടെയും എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എക്സ്പോർട്ടും ഇമ്പോർട്ടും നടക്കുകയാണെങ്കിൽ കണ്ടെയ്നറുകൾ ലാൻഡിലേക്ക് പ്രവേശിക്കണം, റോഡ് മാർഗം പോകണം. അപ്പൊ ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ഇപ്പോൾ കടലാസിൽ തന്നെ ഒതുങ്ങുന്നു. അത് മാത്രമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഹൈവേയിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം ഒരു പദ്ധതിയാണ് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പ്രൊജക്ട് ചെയ്യുന്നത്. കേരളത്തിന്റെ തീരപ്രദേശത്ത് അങ്ങോളം ഇങ്ങോളം ചരക്കുകൾ കടൽ മാർഗം തന്നെ കൈകാര്യം ചെയ്യാൻ കൊണ്ടുപോകാനുള്ള സംവിധാനമൊരുക്കും. അങ്ങനെ കേരളത്തിലെ ഹൈവേകളുടെ ഈ ഭാരം പകുതിയായി കുറയ്ക്കും. അത് വ്യക്തമായ കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാട് വർക്കൗട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ പറയാൻ എളുപ്പമാണ്. ടൂറിസം കണക്ടിവിറ്റി ഉണ്ടാകണം എന്ന് പറയാൻ എളുപ്പമാണ്. കേരളത്തിലെ 44 നദികൾ, അതുപോലെ തുറമുഖങ്ങൾ, പോർട്ടുകൾ എല്ലാം ചേർത്തുകൊണ്ട് ഒരു സമുദ്ര തീരത്തെ ഒരു ഇക്കോണമി, അതാണല്ലോ ബ്ലൂ ഇക്കോണമി. ഓപ്പറേഷൻ സമുദ്ര, മിഷൻ സമുദ്ര, ഇത് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇത് മുഖ്യമന്ത്രി ഭാഗ്യത്തിന് ഒരു കാര്യത്തിൽ ആ മുഖ്യമന്ത്രിയുടെ ഒരു ദർശനത്തെ നമ്മൾ അംഗീകരിക്കണം. കാരണം അദ്ദേഹം വഹിക്കുന്ന വകുപ്പുകൾ നോക്കൂ. പൊതുഭരണം, അതാണ് ഏത് മുഖ്യമന്ത്രി വഹിക്കുന്ന ആദ്യ വകുപ്പ്. രണ്ടാമത്തെ ധനകാര്യമുണ്ട്. പണമലോട്ടി എന്നതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തുറമുഖ വികസനത്തിന് വേണ്ടി ആവശ്യമുള്ള പണം പലപ്പോഴും ധനവകുപ്പിന്റെ വലിയ കണ്ടുപിടുത്തം കാരണമാണ് അനുവദിക്കപ്പെടാതെ പോകുന്നത്. അദ്ദേഹത്തിന് ധനവകുപ്പുണ്ട്, തുറമുഖത്തിന്റെ വകുപ്പുണ്ട്. അത് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുറമുഖത്തിന്റെ വകുപ്പ് ഏറ്റെടുത്തത്. അതോടൊപ്പം തന്നെ നിയമവകുപ്പുമുണ്ട്. ഇതുകൊണ്ട് നിയമപരമായ ഒരുപാട് പുരാവനങ്ങൾ വരാവുന്നതാണ്. അതുകൊണ്ട് നിയമവകുപ്പ് കൂടി മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഭരണതലത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ കാര്യമായ ബോട്ടിൽ നെക്സ് ഉണ്ടാവേണ്ടതല്ല. ഇനിയുള്ളത് ബ്യൂറോക്രാറ്റിക് തലത്തിലാണ്. വേണ്ട അഴിച്ചുപണികൾ ബ്യൂറോക്രാറ്റിക് തലത്തിൽ ഓൾറെഡി നടന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കാം എന്നല്ലാതെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തുള്ളവർ ഭരണപക്ഷത്തുണ്ടായിരുന്ന കഴിഞ്ഞ 10 വർഷം കാര്യമ എത്രത്തോളമാണ് അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഉദ്ഘാടനം നടന്നു വന്നത്. അതുകൊണ്ട് എപ്പോഴും സ്നെയിൽ ബേസിൽ തന്നെയാണ് മുൻപും കാര്യങ്ങൾ പോയത്. ഇപ്പോൾ ചടുലത വന്നിരിക്കുന്നു എന്ന നിരീക്ഷണം തന്നെയാണ് എനിക്കുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ വരേണ്ടത് ഒരു വ്യവസായികളെ ചേർത്ത് പിടിക്കണം, എക്സ്പോർട്ടേഴ്സിനെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വികസനങ്ങൾക്ക് ഒരു കൺസെൻഷ്വൽ അപ്രോച്ച് ഉണ്ടാകണം. പ്രതിപക്ഷവുമായി ധാരണയിൽ തന്നെയാണ് പോകേണ്ടത്. ഇവിടെ ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം 18-ാം തീയതി, ഓഗസ്റ്റ് മാസം 18-ാം തീയതി നടന്ന ഉദ്ഘാടനം, എക്സിം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നപ്പോൾ ലോക്കൽ MLA എം വിൻസെന്റ് ഉണ്ടായിരുന്നു, ഇതിന്റെ വ്യവസായ മന്ത്രി ഞാനിക്കുട്ടി ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി വി ഡി സതീശനാണ് മുന്നിൽ നിന്ന് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇവിടെ കാണുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ വേണ്ട രീതിയിലുള്ള ജാഗ്രതാപൂർവമായ നിലപാടുകൾ സ്വീകരിക്കണം എന്ന ഒരു കാര്യമുണ്ട്. അത് ഫയൽ വർക്കുകൾ നടത്താൻ ഇതൊരു മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്റ്റേജ് വിഷയമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. മുന്നണിയുടെ വിഷയമെന്നതോ പാർട്ടിയുടെ വിഷയമെന്നോ ഒന്നുമല്ല, മറിച്ച് വി ഡി സതീശൻ എന്ന വ്യക്തി ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പറയുന്നത്. അല്ലായെങ്കിൽ ഇതിപ്പോ സമുദ്രതീരത്തെ കുറിച്ചാണല്ലോ കൂടുതലും അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത്. പക്ഷെ മരച്ചരക്കുകൾ, അതുപോലെ കേരളത്തിന്റെ തനതായ വിഭവങ്ങൾ, കേരളത്തിന്റെ ചൂടുള്ള വിഭവങ്ങൾ, പരിപ്പോടെ ഉഴുതുവടെ ഉൾപ്പെടെ, അതുപോലെ ഈ പെരിഷബിൾ കാര്യങ്ങൾ ഉൾപ്പെടെ 40-40 ഡിഗ്രിയിൽ ശീതീകരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുകയും അത് പ്രിസർവ് ചെയ്യുകയും പ്രിസർവേറ്റീവ് സമയം ഉപയോഗിക്കാതെ വിപണികളിൽ എത്തത്തക്ക രീതിയിൽ -18% അത് കണ്ടെയ്നറുകളിൽ വെച്ച് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്. അതുകൊണ്ടാണ് കണ്ടെയ്നറുകൾ എടുത്തു വെക്കാൻ സ്ഥലം ഉണ്ടാകണം. അത് മാത്രമല്ല പോർട്ടിന്റെ നീളം എത്രയാണ്? കേവലം
1.2 കിലോമീറ്റർ മാത്രമാണ് ആ ഡെക്കിന് ഇതിന്റെ നീളം. ഈ കപ്പലുകൾക്ക് അടുത്ത് വരാനുള്ള ആ വാർഫിന്റെ നീളം. അത് സിംഗപ്പൂരിലൊക്കെ ആണെങ്കിൽ അത് 20 കിലോമീറ്ററോളമാണ്. 2030 ആയി കഴിയുമ്പോൾ അത് 26 കിലോമീറ്റർ നീളം ഉണ്ടാവുകയാണ്. അപ്പൊ ഇവിടെ എത്രത്തോളം കൈകാര്യം ചെയ്യാനാവും, എത്രത്തോളം ചരക്കുകൾ കൈകാര്യം ചെയ്യാനാവും? നമുക്ക് പറയാൻ വേണമെങ്കിൽ 10 കോടി കണ്ടെയ്നറുകൾ ഒരു വർഷം കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഇത് പരമാവധി നമ്മൾ അടുത്ത ഘട്ടം പൂർത്തിയാകുമ്പോൾ കേവലം 2 കിലോമീറ്റർ 2 കിലോമീറ്റർ മാത്രമാണ് ദൈർഘ്യം ഉണ്ടാവുക. അതൊക്കെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ കേരളത്തിന്റെ സമുദ്രതീരം അനന്തമായ സാധ്യതയാണ് ഒരുക്കുന്നത്. പ്രത്യേകിച്ച് വിഴിഞ്ഞം ആയി ആൺതീരന്റെ പോർട്ടായിരുന്നവർക്ക് 2000 വർഷം മുൻപ്, ആയി സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു 2000 വർഷം മുൻപ് വിഴിഞ്ഞം. അതിനുശേഷം രണ്ടാമത്തെ ആയി സാമ്രാജ്യം വന്നപ്പോൾ 8, 9, 10 നൂറ്റാണ്ടുകളിൽ കരുതൻകടക്കന്റെ അതുപോലെ വിക്രമാദിത്യ വരഗുണന്റെ ഒക്കെ ആസ്ഥാനമായിരുന്നു വിഴിഞ്ഞം. അപ്പൊ ചരിത്രം ഉറങ്ങുന്ന വലിയ സാധ്യതകൾ ഉണ്ടായിരുന്ന വിദേശ വ്യാപാരത്തിന്റെ ഉൾപ്പെടെ ഹബ്ബായിരുന്ന പണ്ട് മുൻകാലങ്ങളിൽ 12,000 വർഷം മുൻപ് റോമൻ ട്രേഡ് ഉണ്ടായിരുന്ന കാലത്ത് വെലീത്ത എന്ന് പറയുന്ന ഒരു തുറമുഖം, അത് ഒരുപക്ഷെ വിഴിഞ്ഞമായിരിക്കാൻ സാധ്യതയുള്ളതായി പല ചരിത്രകാരന്മാരും ചിലർ പറയുന്നത് വർക്കലയാണ്. എന്നിരുന്നാലും 24 മീറ്റർ വരെ ആഴമുള്ള സ്വാഭാവിക കടൽ, അവിടെ കപ്പലുകൾക്ക് കരയോടടുത്ത് ചെന്ന് വരാൻ പറ്റും. വിശാഖപട്ടണത്ത് പോലും 16.5 മീറ്റർ മാത്രമാണ് ആഴമെന്ന് ഓർക്കണം. ഇത്രയധികം അന്താരാഷ്ട്ര കപ്പൽ പാതയോട് അടുത്ത് കിടക്കുന്ന കേവലം ഒരു 10 നോട്ടിക്കൽ മൈൽ മാത്രം, ഇന്റർനാഷണൽ വെസ്റ്റ് ടു ഈസ്റ്റ് കപ്പൽ പാതയുടെ 10 നോട്ടിക്കൽ മൈൽ, അത് 19 കിലോമീറ്റർ മാത്രം മാറിക്കിടക്കുന്ന ഏറ്റവും അനുകൂലമായ ജിയോ സ്ട്രാറ്റജിക് ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖം നമ്മുടെ കേരളത്തിന്റെ സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരമാകേണ്ട, ഭാവിയുടെ തലമുറകളുടെ വികാസത്തിന് നിദാനമാക്കേണ്ട ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ഇത് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് പുകച്ചു കളയാതെ ദിശാബോധമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി, വ്യക്തമായ പദ്ധതികളോടെ, ഒരു മാസ്റ്റർ പ്ലാന്റെ സഹായത്തോടുകൂടി പരമാവധി വിദേശ മൂലധനം, അതിനിടെ സപ്പോർട്ട്, എംബസി കൊണ്ടുവരുന്ന തുക, ഇതെല്ലാം പ്രയോജനപ്പെടുത്തി ആത്യന്തികമായി കേരളത്തിന്റെ സ്വത്തായി ഇത് മാറും. കേരളത്തിന്റെ വിഭവങ്ങൾ നോക്കൂ, കേരളത്തിന് ഏറ്റവും വലിയ വിഭവം യഥാർത്ഥത്തിൽ മനുഷ്യ വിഭവമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സൂചിപ്പിക്കേണ്ടത് ഈ കരിമണൽ ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ്. ഇതുവരെ മോണോസൈഡ്, തോറിയം, ഈ തോറിയമൊക്കെ ലോകത്തിന്റെ തോറിയം റിസർവിന്റെ 1/3 കേരളത്തിലാണ്. ഇതിനെല്ലാം വിപണന സാധ്യത ഉണ്ടാകണമെങ്കിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യം, പോർട്ട് എന്നതിനെ കണക്ടിവിറ്റി ഉണ്ടാകണം, ഗ്ലോബൽ കണക്ടിവിറ്റി ഉണ്ടാകണം, റീച്ച് ഉണ്ടാകണം. ഇത് കുറെ പറയേണ്ട കയറ്റിവിടുക എന്നതല്ല, കുറെ ഭക്ഷ്യസാധ്യതകൾ കയറ്റിവിടുക, ഇറക്കുമതി ചെയ്യുക എന്നതല്ല, മറിച്ച് വൻപൻ വ്യാപാരം നടക്കണമെങ്കിൽ, മിനറൽസ് ആൻഡ് മെറ്റൽസ് ഉൾപ്പെടെ അത് നടക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള പോർട്ട് ഫെസിലിറ്റീസ് ആണ് ആവശ്യം. വൈകിയെങ്കിലും വിഴിഞ്ഞത്തിന് സാധ്യതകൾ കണ്ടെത്തിയ ആളുകൾക്ക്, സർ CP രാമസ്വാമി അയ്യരാണ് ഏതാണ്ട് 1940കളിൽ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് ആധുനിക ലോകത്ത് പറഞ്ഞത്. അതിന് മുമ്പ് തന്നെ രാജാ കേശവദാസൻ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ വൈകിയെങ്കിലും UDF LDF ഗവൺമെന്റുകൾ ഉണർന്നു പ്രവർത്തിച്ചു. ഇപ്പോഴത്തെ UDF സർക്കാർ ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. ഗിവ് ദം എ ചാൻസ്. എല്ലാം പൂർണ്ണമായി വിമർശനത്തോടെ കാണാതെ ക്രിട്ടിക്കൽ ഏരിയാസ് മാത്രം തിരഞ്ഞുപിടിച്ച് വിമർശിക്കുകയും ഒരു നെഗറ്റീവിസ്റ്റ് അപ്രോച്ചിൽ നമ്മൾ വിമർശനങ്ങളെ കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യുക എന്നതാണ് കരണീയം. ശ്രീ രഘുചന്ദ്രൻ നായർ, താങ്കൾ മുമ്പ് പറയുകയുണ്ടായി ചില പാരലൽ ബിസിനസ്സസ് അല്ലെങ്കിൽ ചില വാല്യൂ ആഡഡ് സർവീസസ് ഒക്കെ ഇപ്പോഴും വളരെ വലിയ രീതിയിൽ തന്നെ നമ്മൾ കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ തുടങ്ങിയിട്ടില്ല. ലോജിസ്റ്റിക്സ് ബിസിനസ് ആയാലും മറ്റ് ബാങ്കിങ്, നോൺ ബാങ്കിങ് ഫിനാൻസസ് ബിസിനസ്സുകളൊക്കെ ആണെങ്കിലും ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനിയും വളരെ വലിയ രീതിയിൽ ബിസിനസ് സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു സാഹചര്യം നോക്കുമ്പോൾ, ലാൻഡ് അവൈലബിലിറ്റി നോക്കുമ്പോൾ, ഇവിടെ തുടങ്ങാൻ പറ്റുന്ന ഇൻഡസ്ട്രീസ് നോക്കുമ്പോൾ നമ്മൾ സാധാരണയായി ചർച്ച ചെയ്യുന്നതാണ് വലിയ രീതിയിലുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഒന്നും കേരളത്തിൻ്റെ എൻവയോൺമെൻറ്റിന് അനുയോജ്യമല്ല എന്നുള്ളത്. താങ്കളുടെ പെർസ്പെക്റ്റീവിൽ, ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എന്താണ് കേരളത്തിൽ തുടങ്ങാൻ സാധിക്കുന്ന, ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്? ഈ അടുത്ത കാലത്ത് രാജ്ഭവനിൽ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ഈ 16ാം ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗ്രഹ, അദ്ദേഹം പറഞ്ഞത് that Vizhinjam Port is going to be a game changer for the country. Vizhinjam Port will be the place where assembly units must come. Assembling units ഇവിടെ നോക്ക് ഡൗൺ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇവിടെ അസംബ്ലി ചെയ്തിട്ട് തിരിച്ച് കയറ്റി അയക്കുക എന്നുള്ളതാണ്. That should be the hub for assembling units. Manufacturing units ഒരു സൈഡ് പറയുന്നുണ്ട്, manufacturing is there.
പക്ഷെ അസംബ്ലിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്ത് തിരിച്ച് കയറ്റി വിടുക. അതിനുള്ള മാൻ പവർ ഇവിടെ ഉണ്ട്, നല്ല റിച്ച് ആയിട്ടുള്ള മാൻ പവർ ഉണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റ് എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുന്ന കാര്യമാണ്. സോ വൺ ഈസ് ദാറ്റ് അസംബ്ലിംഗ് യൂണിറ്റ്സ് ആണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്, നമ്മളിവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞങ്ങളുടെ ചേംബർ ഓഫ് കോമേഴ്സ് വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പൊ ഈ ഫ്രോസൺ ഫുഡ് പ്രോഡക്ട്സ് ഇപ്പൊ ഫസ്റ്റ് കണ്ടെയ്നർ പോയത്. ഇതേപോലെ പല പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം മാനുഫാക്ചറിംഗ് എന്ന് പറയുമ്പം ദർ ഈസ് പൊട്ടൻഷ്യൽ ഫോർ മാനുഫാക്ചറിംഗ് ഫ്രോം ദ പോർട്ട്. ആ പോർട്ടിന്റെ അടുത്ത് തന്നെ മാനുഫാക്ചറിംഗ് ഹബ് ഉണ്ടാക്കിയിട്ട് അവിടെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് വരണം. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് വന്നാൽ മാത്രമേ പറ്റൂ. അത് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, വിഴിഞ്ഞം പോർട്ടിന് ചുറ്റുപാടുള്ള എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. നേരത്തെ മിസ്റ്റർ മോഹൻ പറഞ്ഞ പോലെ ഗവൺമെന്റ് മസ്റ്റ് ടേക്ക് ദ ഇനിഷ്യേറ്റീവ്. ഈ ഗവൺമെന്റ് ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പം ശ്രീ എലിയാസ് ജോൺ പറഞ്ഞ പോലെ, എലിയാസ് പറഞ്ഞു ഗവൺമെന്റ് നമ്മൾ സംസാരിക്കുന്നുണ്ട്, ബട്ട് വി മസ്റ്റ് വാക്ക് ദ ടോക്ക്. നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല, ഇത് നടത്തി കാണിക്കാനാണ് നമ്മുടെ ജോലി. അതിന് ഈ പറഞ്ഞിരിക്കുന്ന ഇച്ഛാശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, വി മസ്റ്റ് ഡു ഇറ്റ്. അതിപ്പോ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഒരുപോലെ ചിന്തിച്ചാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ബ്യൂറോക്രാറ്റിക് ആയിട്ട് പ്രോബ്ലംസ്, നേരത്തെ പറഞ്ഞാൽ ബ്യൂറോക്രാറ്റിക് പ്രോബ്ലംസ് ആർ സ്റ്റിൽ ദേർ. വിസിൽ എന്ന് പറഞ്ഞ പോർട്ട് അവരാണ് ഇത് മെയിനായിട്ട് ഇത് ആദ്യം നോഡൽ ഏജൻസിയാണ്. അപ്പൊ നോഡൽ ഏജൻസിക്കാർക്ക് വിസിൽ ചെയ്യേണ്ടതാണ്. വിസിൽ മസ്റ്റ് മേക്ക് get all the ecosystem right. They should be going up to the central government to get the railway connectivity fast. They should go up to the national highway. അവിടെ even Cloverleaf intersection ആ ഏരിയ പോലും ലാൻഡ് അക്വയർ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ നേരത്തെ ഏലിയാസ് പറഞ്ഞ പോലെ കണ്ടെയ്നർ സിറ്റിക്കകത്ത് കൂടെ മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഈ നാഷണൽ ഹൈവേ ഇപ്പൊ തന്നെ നാഷണൽ ഹൈവേക്കകത്ത് ക്ലോഗിംഗ് ആണ്. അതിന്റെ കൂടെ നാഷണൽ ഹൈവേ കൂടെ എവിടെ നിന്നാണ് ഈ കണ്ടെയ്നേഴ്സ് മൂവ് ചെയ്യാൻ പോകുന്നത്? മടങ്ങി വരാം. ശ്രീ ഏലിയാസ് ജോൺ, ഇപ്പോൾ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ വളരെ വലിയ രീതിയിൽ തന്നെ MSC ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളത് വലിയൊരു വാർത്തയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലൊരു രാഷ്ട്രീയ സംവാദങ്ങളും രാഷ്ട്രീയ ചർച്ചകളൊക്കെ നിയമസഭയ്ക്ക് അകത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ കൗൺസിലിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ MSC അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ അതിൻ്റെ ഓപ്പറേഷണൽ എൻറ്റിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്, ഒരു റൈറ്റ് സ്റ്റെപ്പിലുള്ള ഒരു ഡെവലപ്മെൻ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം എന്താണ്, ഗവൺമെന്റ് ആണ് ഓണർ. ഇത് ആർക്ക് വിറ്റാലും 40 വർഷം, നമ്മൾ അഡീഷണൽ +20 കുറിച്ച് ഇപ്പൊ പറയണ്ട, 40 വർഷത്തെ കരാറിന്റെ ഒരു പാട്ടക്കരാറാണിത്. 40 വർഷം അദാനി നടത്തും. 40 വർഷം തീരുന്ന ഡിസംബർ 31-ാം തീയതി അദ്ദേഹം ഈ പോർട്ടിന്റെ ഗേറ്റ് പൂട്ടിയെടുത്ത് സെക്രട്ടേറിയറ്റിൽ കൊണ്ട് കീ കൊടുക്കും. അപ്പൊ ആ 40 വർഷക്കാലത്തിനുള്ളിൽ അവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഫുൾ ഫ്രീഡം അവർക്ക് കൊടുക്കണം. ഈ കരാർ പ്രകാരം തന്നെ 74% വിൽക്കാൻ അവർക്ക് അധികാരമുണ്ട്. അവർക്ക് അധികാരം നേരത്തെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് അവർ ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങളോട് സംസാരിച്ചില്ല, കൊച്ചുകുട്ടികൾ വഴക്ക് പറയുന്ന പോലെയാണ്. MSC വരുന്ന കാര്യം ഞങ്ങളോട്, അതൊക്കെ വെറും തികച്ചും വളരെ അനാവശ്യമായ കാര്യമാണ്. അങ്ങനെ മിനിറ്റിന് പറയേണ്ട കാര്യമില്ല. അവരാ കൃത്യം അതിന്റെ ഒരു അനുസരിച്ച് എന്താണോ എടുക്കേണ്ട സ്റ്റെപ്സ് സെബി അറിയിക്കണം. സെബി അറിയിച്ചു കഴിഞ്ഞിട്ട് മീഡിയ അറിയിക്കണം. മീഡിയ അറിയിച്ചു കഴിഞ്ഞിട്ടാണ് സ്റ്റേക്ക് ഹോൾഡറായ ഗവൺമെന്റ് അടുത്ത് വരേണ്ടത്. ഇനി വന്നാലും ഇല്ലെങ്കിലും ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ ഒരു ചർച്ചയും നടക്കില്ല, ഒരു സൈനിങ്ങും നടക്കില്ല. കരാർ അവർക്ക് വിൽക്കാൻ പറ്റില്ല. കേരള ഗവൺമെന്റിന്റെ പൂർണ്ണ സമ്മതം വേണം. അങ്ങനെ ഒരു വ്യവസ്ഥ ഇരിക്കെ പ്രതിപക്ഷം എന്തെങ്കിലും പറഞ്ഞു കേട്ട ഉടനെ മുഖ്യമന്ത്രി അവരെന്തോ മഹാപാതകം MSC ചെയ്തു അല്ലെങ്കിൽ അദാനി ചെയ്തു എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്നത് നമ്മളിപ്പോഴും പഴയ കേരളം എന്നുള്ള നിലയ്ക്കാണ്. ഇത് 2015 ചിങ്ങ 1 അവർക്കൊരു ബ്ലാങ്ക് ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. 40 വർഷം നിങ്ങൾക്ക് പൂർണ്ണമായ അധികാരമുണ്ട് നടപ്പിലാക്കാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ വിൽക്കാനും അധികാരമുണ്ട്. അതനുസരിച്ച് അവർ കാര്യങ്ങൾ വേഗത്തിൽ നിൽക്കുമ്പോൾ അതിന് വേണ്ട പിന്തുണ കൊടുക്കുക അല്ലാതെ അവർ ഞങ്ങളെ കണ്ടില്ല, ഞങ്ങൾക്ക് കത്ത് തന്നില്ല എന്നൊക്കെ പറയുന്നത് പഴയ കേരളത്തിന്റെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് MSC പോലുള്ള ഒരു കമ്പനി കേരളത്തിൽ മുതൽ മുടക്കാൻ വരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. നമ്മൾ എത്ര പേരാണ് ഇവിടുന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഡാവോസിൽ പോയ സ്ഥിരം ടീമുണ്ടല്ലോ ഇവിടെ. ശ്രീ P. രാജീവിന്റെ നേതൃത്വത്തിൽ 2 തവണ ഡാവോസിൽ പോയി. 5 പൈസയുടെ നിക്ഷേപം കൊണ്ടുവരാൻ പറ്റി. 5 പൈസയുടെ നിക്ഷേപം എത്ര കോടിയാണ്? 2ാമത്തെ തവണ പോയതിന്റെ ചെലവ് 10 കോടി എന്നാണ് ഞങ്ങൾ കേട്ടത്.
5 പൈസയുടെ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? അദ്ദേഹം 1,80,000 കോടി എന്നൊക്കെ പറഞ്ഞല്ലാതെ 18 പൈസ പോലും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കേരളവും വിദേശ നിക്ഷേപത്തെ സംബന്ധിച്ച് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെയും സാഹചര്യത്തിൽ 13,000 കോടി രൂപ MSc മുടക്കാമെന്നും പറയുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും BJPയും പൊതുജനങ്ങളും എല്ലാവരും 2 കൈയും നീട്ടി സ്വീകരിക്കേണ്ട കാര്യമാണ്. അതിനകത്ത് ഒരു സംശയവുമില്ല. കാരണം 40 വർഷം MScന്റെ എത്ര എടുത്താലും അവർക്ക് 40 വർഷമേ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇത് മുല്ലപ്പെരിയാർ കരാറല്ല. അപ്പൊ അങ്ങനെ കൃത്യമായും 40 വർഷത്തെ ഒരു പരിധിയുള്ള ഒരു കരാറിനകത്ത് നമ്മളെന്തിനാണ് ആശങ്കപ്പെടുന്നത്? 40 വർഷം കഴിയുമ്പോൾ ഇത് ഒന്നാം തരം ഹോട്ട് കേക്കായി ലോകം മുഴുവനുമുള്ള നിക്ഷേപകർ മത്സരിച്ചു വരുന്ന തരത്തിൽ ഇതിന്റെ മൂല്യം, ഇതിന്റെ വാല്യൂ 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം കൊടുത്ത് അവരുടെ നിക്ഷേപത്തെ സ്വീകരിക്കുന്നതിന് പകരം അതിന്റെ പേരിൽ പ്രതിപക്ഷം അനാവശ്യമായ കോലാഹലങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു. അത് പൊതുജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനെ കൗണ്ടർ ചെയ്തത്. UDF അല്ല, പൊതുജനങ്ങൾ കൗണ്ടർ ചെയ്തിട്ടാണ് അത് അവസാനം CPM-നും ഇടതുപക്ഷത്തിനും ഒന്ന് 10 മടക്കാൻ കഴിഞ്ഞത്. അപ്പോ നമ്മൾ മാറിയ സാഹചര്യവും കേരളം ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായ കാഴ്ചപ്പാടില്ലാത്ത ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് കേരളത്തെ ഇപ്പോഴും പൂച്ചുവിലങ്ങിട്ട് പിടിച്ചു നിർത്തുന്നത്. ഇവിടെ ഇപ്പോ ഡോക്ടർ മോഹൻ പറയുന്നത് കേട്ടു, ഗവൺമെന്റിന് വലിയ ദിശാബോധമുണ്ട്, ഗവൺമെന്റ് കാര്യങ്ങളെല്ലാം. 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിയുമ്പോ ഒരു ഗേറ്റ് തുറന്ന ഗേറ്റിലൂടെ കണ്ടെയ്നർ പുറത്തോട്ട് പോയില്ല, ആ റോഡ് ഇപ്പോഴും അടച്ചു വെച്ചിരിക്കുന്നതിന്റെ തെളിവെന്റെയിലുണ്ട്. ഇങ്ങനെയാണോ ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത്? ഈ പറയുന്ന തരത്തിൽ കണ്ടെയ്നറുകൾ എവിടെ നിന്നൊക്കെയാണ് വരേണ്ടത്? ഇപ്പോഴും എനിക്കറിയാവുന്ന തിരുവനന്തപുരത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ഉൽപാദകർ, ചെറിയ യൂണിറ്റിലുള്ള അയാൾക്ക് കയറ്റിവിടാൻ പറ്റുന്നില്ല. അയാൾക്ക് കപ്പൽ ഇവിടെ വരുന്നുണ്ട്. MSc ബെറിൽ വരുമ്പോൾ അയാളുടെ കണ്ടെയ്നർ ഇവിടെ നിന്നല്ല കയറുന്നത്, അടുത്ത പോർട്ടിൽ നിന്നാണ് കയറുന്നത്. അടുത്ത പോർട്ടിൽ നിന്ന് വേറൊരു ചെറിയ കപ്പലിൽ വന്ന് ഇവിടെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്തിരിക്കുന്ന കാർഗോയുടെ അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഗേറ്റ് തുറന്നെന്നാണ് നമ്മൾ പറയുന്നത്, റോഡ് തുറന്നതെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഇവിടുത്തെ ചെറുകിട കയറ്റുമതിക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ കപ്പൽ അടുക്കുമ്പോഴും MScയുടെ കപ്പൽ അടുക്കുമ്പോഴും അതിനകത്തോട്ട് കയറ്റാൻ പറ്റാതെ കശുവണ്ടി, കൊല്ലത്തുള്ള കശുവണ്ടി ഇപ്പോഴും അടുത്തുള്ള തുറമുഖത്തിൽ പോയിട്ട് വളഞ്ഞ വഴി കൂടിയാണ് വരുന്നത്. ഇതെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹരിക്കേണ്ട വിഷയമല്ലേ? മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണ്ടേ? അപ്പൊ 5 വർഷം കിട്ടുമ്പോ ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണ്. നമുക്കിങ്ങനെ ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്ന സ്വപ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ വലിയ കാഴ്ചപ്പാടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും നഷ്ടപ്പെട്ടു പോയാൽ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ഒരു നഷ്ടവുമില്ല. എന്നെ 100 കണക്കിന് ചെറുപ്പക്കാരാണ് ഡെയിലി വിളിക്കുന്നത്, 100 കണക്കിന് ചെറുപ്പക്കാർ. ഞാൻ ഇത്രയും നാൾ പിടിച്ചു നിന്നത് ഗേറ്റ് തുറന്നിട്ടില്ല. ഇനിയിപ്പോ എനിക്ക് അതും പറയാൻ പറ്റില്ല. നിങ്ങൾ ഇത്രയും നാളും പറഞ്ഞ ഗേറ്റ് തുറന്നിട്ടില്ലെന്നല്ലേ, ഇപ്പൊ ഗേറ്റ് തുറന്നല്ലോ, ഇനി എന്താ സംഭവം? ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ലാൻഡ് സൈഡിൽ എന്താണ് പറയാ, യുദ്ധകാല അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വെറുതെ ഒരു രാഷ്ട്രീയ സാഹചര്യം പോലെയല്ല. യുദ്ധകാല അടിസ്ഥാനത്തിൽ ലാൻഡ് അക്വിസിഷൻ നടത്തി പലരും ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറാണ്, പല ആളുകളും തയ്യാറാണ്. അവരെ കോൺഫിഡൻസിലെടുത്ത് കൊണ്ടുവന്ന് അവർക്കുള്ള നിയമ പരിരക്ഷയൊക്കെ കൊടുത്താൽ മാത്രമേ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തൊഴിലവസരങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഈ ഗവൺമെന്റിനെയും ജനങ്ങൾ LDF ഗവൺമെന്റ് പോലെ തന്നെ കാണും. അതുകൊണ്ട് നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാത്ത സമയമൊക്കെ കഴിഞ്ഞു, മധുവിധ സമയമൊക്കെ കഴിഞ്ഞു. UDF ഗവൺമെന്റ് ആക്ഷനിലോട്ട് വരണം. ആക്ഷൻ എന്ത് സംഭവിച്ചു? എനിക്ക് ഡോക്ടർ മോഹൻ എന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ആക്ഷനിൽ ഗേറ്റ് തുറന്നതല്ലാതെ വേറെ എന്ത് സംഭവിച്ചു? കുറെ ഡോക്യുമെന്റുകളിൽ വന്നിട്ടുണ്ട്. ബ്ലൂ ഇക്കോണമിയാണ്, ഞങ്ങൾക്ക് ആ സ്വപ്നമുണ്ട്, ഈ സ്വപ്നമുണ്ട്, പോർട്ട് സിറ്റിയാണ്, കേരളത്തെ മുഴുവൻ പോർട്ട് സിറ്റി ആക്കും എന്ന് എത്ര നാൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും? അപ്പൊ അതിന് പകരമായിട്ട് ഞങ്ങൾ ഗേറ്റ് തുറന്നതിന്റെ തുടർച്ചയായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഗവൺമെന്റിന്റെ ഒരു വക്താവിന് പറയാൻ പറ്റും? സംഭവിക്കുന്നില്ല. അപ്പൊ അതനുസരിച്ച് ഗവൺമെന്റിന്റെ മെഷീനറി ചലിക്കുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, അതനുസരിച്ച് ഗേറ്റ് തുറന്നു. പക്ഷെ കാർഗോ ഇപ്പോഴും പോകുന്നില്ല. ആകെ 3 കമ്പനികളുടെ കാർഗോയാണ് പോയത്. ഇപ്പൊ കൂടുതൽ കണ്ടെയ്നർ വരിക, കൂടുതൽ കാർഗോ വരാതെ ലാൻഡ് സൈഡിൽ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാവില്ല, തൊഴിലവസരങ്ങളായത് മാറില്ല. നമുക്ക് ബാംഗ്ലൂരിൽ നിന്നും തിരുപ്പൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നും ചെന്നൈയിൽ നിന്നും തൂത്തുക്കുടിയിൽ നിന്നും എല്ലാം കാർഗോ വരാൻ തയ്യാറാണ്. 300 കണ്ടെയ്നർ ഒരു ദിവസം ഇമ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എന്നോട് ഇപ്പോഴും ചോദിക്കുകയാണ്, പുള്ളിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. 300 കണ്ടെയ്നർ ഒരു മാസം. ഇത് മുഖ്യമന്ത്രി ഇടപെടേണ്ട വിഷയമല്ലേ? അത് ഇടപെടുന്നു. അദ്ദേഹം പോർട്ട് വകുപ്പ് ഏറ്റെടുത്തുകൊണ്ടാ പറയുന്നത്. അപ്പം നമ്മൾക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന പോർട്ട് മന്ത്രിമാർ ഇരുന്നത് പോലുള്ള ഒരു സമീപനമായിട്ട് തന്നെയാണ്. കാരണം ഞാൻ പല പോർട്ട് മന്ത്രിമാരെയും കണ്ടിട്ടുണ്ട്.
അവരുടെയൊക്കെ സമീപനം പോലെ തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നത് ഈ പുതിയ സർക്കാരിന്റെ ഈ സമീപനം കൊണ്ടാണ്. നമുക്ക് അങ്ങനെ വളരെ ലാഘവത്തോടെ പോകേണ്ട ഒരു സാഹചര്യമല്ല. ഈ എല്ലാ കാലത്തും ഒരു ജിയോ പൊളിറ്റിക്സ് നമുക്ക് അനുകൂലമാവണമെന്നില്ല. നമ്മൾ എല്ലാവരും വിചാരിച്ച ദുബായ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം. ഫെബ്രുവരി 28 മുതൽ ഒരു കപ്പലും കൊണ്ട് പോകുന്നില്ല. എത്ര പെട്ടെന്നാണ് ദുബായിയുടെ പ്രതാപകാലം നഷ്ടപ്പെട്ടത്. ഇത് നമുക്ക് ബാധകമാണ്. നമുക്ക് ഈ പറയുന്ന ജിയോ പൊളിറ്റിക്സ് ബാധകമാകും. അപ്പൊ അതുകൊണ്ട് എന്താണ്, കിട്ടിയിരിക്കുന്ന സന്ദർഭത്തിൽ സ്കോർ ചെയ്യാൻ 24 മണിക്കൂർ എന്നുള്ള അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കീഴ്വഴക്കം ഗവൺമെന്റിൽ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ പുതിയ മുഖ്യമന്ത്രി അത്തരത്തിലൊരു കീഴ്വഴക്കം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ തുറമുഖം കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകും. ക്ലിയർ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ശ്രീ ഏലിയാസ് ജോൺ പറഞ്ഞതുപോലെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ പോലും ഓൺ ദ ഗ്രൗണ്ട് വലിയ രീതിയിലുള്ള ആക്ഷൻസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല, വലിയ രീതിയിലുള്ള പ്രവൃത്തികളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരു ഗേറ്റ് തുറന്നു, ആ ഗേറ്റ് അങ്ങനെ തന്നെ അടച്ചു എന്നാണ് ഇപ്പോൾ ശ്രീ ഏലിയാസ് ജോൺ അവകാശപ്പെടുന്നത്. എന്താണ് ഇതിനൊരു ആക്ഷൻ പ്ലാനായിട്ട് എന്തായിരിക്കും ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ളത്? പ്രതീക്ഷയുടെ ഭാരം വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. തീർച്ചയായും പുതിയതായി ഒരു സർക്കാർ ചുമതലയേറ്റെടുക്കുമ്പോൾ അതൊരു ന്യായമായൊരു പീരീഡ് ഫംഗ്ഷൻ ചെയ്ത് പീരീഡ് കൊടുക്കേണ്ടതാണ്. ഒരു 100 ദിവസം പിന്നിട്ട ഒരു സർക്കാരാണ്. അവിടെ ഒരു ദിശാബോധം ആദ്യഘട്ടത്തിൽ കാട്ടി എന്നതും സത്യമാണ്. ഒരു ഗേറ്റ് തുറക്കുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യം എടുകുടുക്കെ ചോറും കറിയും എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടായി വരുന്നതല്ല. അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ നീങ്ങുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട നടപടികൾ എത്രത്തോളം സുതാര്യമാണ്, എത്രത്തോളം ഫാസ്റ്റാണ്, ഇതാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. അല്ലാതെ ഒരു പെട്ടെന്ന് തന്നെ ആ ഗേറ്റ് തുറന്ന് അവിടെ എങ്ങനെയാണ് എത്തുക, ഈ ചരക്കുകൾ വെളിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, അതിനുള്ള റോഡ് ഫെസിലിറ്റി നമുക്കുണ്ടോ, അത് ഒരു നിമിഷാർത്ഥം കൊണ്ട് അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുമോ, സർക്കാരിന് എത്രത്തോളം മുതൽ മുടക്കാൻ കഴിയും, ഭൂമി വിലയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ തീർച്ചയായും വെയർ ഹൗസിംഗ് ഉണ്ടാവണം, സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ടാവണം, വാർത്തകളുടെ നീളം കൂട്ടേണ്ടതുണ്ട്, ശീതീകരണ സംവിധാനങ്ങൾ ഉണ്ടാവണം, കണ്ടെയ്നറുകൾ ഇറക്കി വെക്കാനുള്ള വിശാലമായ ഇടങ്ങൾ ഉണ്ടാവണം. ഇതെല്ലാം തന്നെ അടിസ്ഥാന സൗകര്യ വികസനമാണ്. ഇത് കേരള സർക്കാരിന്റെ ഓണർഷിപ്പിനുള്ള ഒരു പദ്ധതിയാണ് എന്നുകൂടി ഓർക്കണം. ഇതിന്റെ നടത്തിപ്പ് ചുമതല മാത്രമാണ് അദനിക്കുള്ളത്. ടെക്നോളജി കൊണ്ടുവരുന്നു, നടത്തിപ്പ് കൊണ്ടുവരുന്നു, അതിന്റെ മേൽനോട്ടം വഹിക്കുന്നു എന്നതല്ലാതെ അടിസ്ഥാന സൗകര്യത്തിന്റെ വിശാലമായ തലങ്ങളിലുള്ള വികസനം സർക്കാരിന്റെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞാൻ ശ്രീ ഏലിയാസ് ജോൺ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. തീർച്ചയായും തീർച്ചയായും ന്യായമായ വിമർശനങ്ങൾ സർക്കാർ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ. പക്ഷെ ഇവിടെ ഒരു കാഴ്ചപ്പാട് സർക്കാരിനില്ല എന്ന് പറഞ്ഞാൽ അത് പ്രഥമ ദൃഷ്ടിയെ അംഗീകരിക്കാവുന്നതല്ല. കാരണം ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു, മുൻ സർക്കാരുകൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു എങ്കിൽ ഇതിനുള്ളിൽ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകാമായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ സമാന്തരമായി വരേണ്ടതാണ്. അദനി കൊണ്ടുവരുന്ന ടെക്നോളജി, അദനി കൊണ്ടുവരുന്ന പോർട്ടിന്റെ യന്ത്രഭാഗങ്ങൾ, അതെല്ലാം ഒരു വശത്തെ, ചുറ്റുപാടുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, റിംഗ് റോഡ് ഉൾപ്പെടെയുള്ളവ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണ്. അത് ഇത്ര വർഷത്തിനുള്ളിൽ അത് ചാലുവാകും എന്ന് അറിയാത്തതല്ല സംസ്ഥാന സർക്കാരിനെ. അതുകൊണ്ട് മുൻകാലങ്ങളിലെ സർക്കാർ വരുത്തിവെച്ച അമാന്തം അത് പെട്ടെന്ന് പരിഹരിച്ച് നിമിഷാർത്ഥം കൊണ്ട് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ശരിയാവില്ല. അതുകൊണ്ട് ഗേറ്റ് തുറന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഒരു പ്രിമച്വർ ഡിസിഷനാണ്. ഗേറ്റ് തുറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുറന്നതാവണം. അല്ല തുറന്നു, ഭാഗികമായി തുറന്നു, ചരക്കുകൾ നീങ്ങുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്, ഒരു PR വർക്ക് മാത്രമാണ്. അതുകൊണ്ട് PR വർക്കിന് ഉപരിയായ യഥാർത്ഥത്തിലുള്ള നടപടികളാണ് വേണ്ടത്. ഇനി നോക്കൂ, കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നോക്കൂ. ഇത് വിഴിഞ്ഞം മാത്രമല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഒരു കണക്ടിവിറ്റിയെ കുറിച്ചാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കണക്ടിവിറ്റിയിൽ വിഴിഞ്ഞം പോർട്ട് ഒരു ഹബ്ബായി തന്നെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. അതൊരു വലിയ സാധ്യതയാണ്. കാരണം വിഴിഞ്ഞത്തോളം വലിയ ഒരു പദ്ധതി കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊന്നുണ്ടാവാനില്ല. ഭാവി വികസന സാധ്യത ഉൾപ്പെടെ നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഏതാണ്ട് 950 കപ്പലുകൾ, ഒരു 500 പ്രതീക്ഷിച്ചെടുത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 1000-ഓളം കപ്പലുകൾ വന്നു. അതിൽ തന്നെ അൾട്രാ മെഗാ സീരീസിലുള്ള 56 കപ്പലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനർത്ഥം വൻപൻ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളുടെ ഏറ്റവും വലിയ ഇനം കപ്പലുകൾ അവിടെ അടുക്കുന്നു എന്ന് പറയുമ്പോൾ ഗ്ലോബൽ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്നുണ്ട്. ആ ഗ്ലോബൽ ശ്രദ്ധയോടൊപ്പം തന്നെ ഇവിടെ ഡൊമസ്റ്റിക്കലി ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നീങ്ങണമെങ്കിൽ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സംഭവിക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ വി ഡി സതീശന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ പൂച്ച കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ
കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏതാണ്ട് 1300 കോടി രൂപ മാറ്റിവെച്ചു എന്നാണ്, സ്ഥലമേറ്റെടുക്കലിന് വേണ്ടി മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു തുക കൂടി എനിക്ക് തോന്നുന്നു 3200 കോടിയാണ് അത് മാറ്റിവെച്ചു എന്ന രീതിയിലാണ് സംസാരം. അത് ഒരുപക്ഷെ 1600 കോടിക്ക് സാധിക്കുമായിരുന്നു മുൻ സർക്കാർ 10 വർഷം മുൻപ് അത് ചെയ്തിരുന്നു എങ്കിൽ ഇപ്പോൾ പകുതി അത്രയും തുക 1600 കോടി രൂപ ലാഭിക്കാമായിരുന്നു എന്ന രീതിയിലാണ് വിമർശനങ്ങൾ. അതുകൊണ്ട് മാറി നിന്നുകൊണ്ട് പ്രതിപക്ഷങ്ങൾ വിമർശിക്കുന്നതിനകത്തോ അക്ഷമരായി, അതുപോലെ എക്സ്പോർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ, വ്യവസായ ലോകം അക്ഷമരാകുന്നതിന് പിന്നിലും അത്ര കാര്യമില്ല. ഇതിനകത്ത് യാഥാർത്ഥ്യ ബോധത്തോടെ കാണേണ്ടതാണ് ഭാവി സാധ്യതകൾ. ഏതായാലും സംഭവം ചാലുവാണ്. അത് ജഗർനോട്ട് സെറ്റ് ഇൻ മോഷൻ, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിന് ഭാരം കൂടുന്തോറും സ്പീഡ് കുറയും എന്ന അടിസ്ഥാന പ്രമാണം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ ഇതിനെ കാണേണ്ടതാണ്. അതുകൊണ്ട് ഇനി ഒരു ശക്തിക്കും, ഒരു രാഷ്ട്രീയ ശക്തിക്കും, ഇടതുപക്ഷമെന്നല്ല, BJP എന്നല്ല, കോൺഗ്രസ് എന്നല്ല, ഒരു ശക്തിക്കും ഈ പോർട്ടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടയാനാവില്ല. രാഷ്ട്രീയമായ ഒരു കൺസെൻസസ് വേണമെങ്കിൽ അതിന്റെ പക്ക രാഷ്ട്രീയം പറഞ്ഞാൽ അതിനെ പലപ്പോഴും കാണുന്ന BJPയുടെ ആളായിട്ടാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇഷ്ടപ്പെട്ട ഒരു വ്യവസായിയായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിനെ സ്വീകരിച്ചു കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടിക്കും വിമുഖത ഉണ്ടായില്ല, ഇടതുപക്ഷ സർക്കാരിനും പിണറായി വിജയൻ സർക്കാരിനും വിമുഖത ഉണ്ടായില്ല. പക്ഷെ ഒരു നിയതമായ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഓഹരി കൈമാറ്റം ഉൾപ്പെടെ. ഇതിന്റെ ഈ സമ്മതപത്ര MOUവിന്റെ 5ാമത്തെ അനുച്ഛേദത്തിന്റെ 3ാം വകുപ്പിൽ വ്യക്തമായി പറയുന്നു, ഏതെങ്കിലും രീതിയിൽ ഓഹരി കൈമാറ്റം നടന്നാൽ അത് ഓണർഷിപ്പിന്റെ ഭാഗികമായ മാറ്റം കൂടിയാണല്ലോ. 49% ഓഹരി കൈമാറിയത് സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരു വീഴ്ചയുണ്ട്. ഓഹരി കൈമാറിയതിൽ തെറ്റില്ല, പക്ഷെ അത് വേണ്ട രീതിയിൽ ഓഹരി വിപണി സെബിയെ അറിയിക്കേണ്ടതുണ്ട്. അത് അറിയിച്ചു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത്. സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ഗൗരവമായിട്ട് എടുക്കേണ്ടതല്ലേ? അത് പ്രതിപക്ഷം വിമർശനമായിട്ട് എടുക്കാൻ വേണമെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ആത്മവിമർശനമുണ്ട്, നടത്തിപ്പുമായി ബന്ധപ്പെട്ട സുതാര്യതയില്ലായ്മയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ കടന്ന് സ്ഫുടം ചെയ്തെടുക്കേണ്ട ഒന്നാണ് പ്രവർത്തനം. അതുകൊണ്ട് പരമാവധി സുതാര്യത. ആരോപണങ്ങൾ വരാൻ എളുപ്പമാണ്. ഒരുപക്ഷെ മണ്ണ്, ഇപ്പൊ കഴിഞ്ഞ ദിവസം കേട്ടു, വലിയ തോതിൽ മണ്ണിടിച്ച് നിരത്തുകയാണ് അവിടെ ഈ എർത്ത് കണ്ടെത്തണം, ലാൻഡ് ഇത് കണ്ടെത്തണം, ഈ മണ്ണിട്ട് നികത്താനുള്ള ഇത് കണ്ടെത്തണം. അതുകൊണ്ട് അതിന് പോർട്ടിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്ന കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിമർശനത്തിന് വിധേയമാകുന്നു. പാരിസ്ഥിതികവാദികളായ ആളുകൾ ഒരുപക്ഷെ മുന്നോട്ട് വരും, വിമർശനവുമായി മുന്നോട്ട് വരും. ഇതെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് വേണം, കാരണം എൻവയോൺമെന്റിനെ തടയാനാവില്ല. വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ തീരപ്രദേശത്തെ മത്സ്യ ലഭ്യതയ്ക്ക് കുറവ് വരുന്നു, അല്ലെങ്കിൽ കടലേറ്റം വരുന്നു, മുതലപ്പുഴി ഭാഗത്ത് വലിയ തോതിൽ കടലകത്തെ കയറി വരുന്നു. ഇതെല്ലാം പ്രാദേശിക പ്രശ്നങ്ങളാണ്, ഇത് പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വികസനത്തിന്റെ പേരിൽ പാരിസ്ഥിതികമായ ശോഷണം പൂർണ്ണമായി അനുവദിച്ചു കൊടുക്കാനും ആവില്ല. അതുകൊണ്ട് ഒരു ബാലൻസ് അപ്രോച്ച് മാത്രമേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സാധ്യമാവൂ. അതുകൊണ്ടാണ് ഈ ക്ഷമാപൂർവ്വം, അധികം ക്ഷമയുടെ ആവശ്യമില്ല, പക്ഷേ ക്ഷമാപൂർവ്വം കുറെയൊക്കെ വിത്ത് പിഞ്ച് ഓഫ് സോൾട്ട് ചില കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. പിന്നെ കേരളത്തിന്റെ ഒരു രീതിയുണ്ട്, നേരത്തെ കേരള വേ ഓഫ് ഡൂയിങ് തിങ്സ്, ട്രേഡ് യൂണിയൻ കൾച്ചർ ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും. അതുകൊണ്ട് അവിടെ ഈ കൾച്ചർ, നമ്മുടെ വർക്ക് കൾച്ചറിന്, വികസനത്തോടുള്ള ആറ്റിറ്റ്യൂഡിന് മാറ്റം വരിക, ഭൂമിയെ എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ച് ആറ്റിറ്റ്യൂഡ് മാറുക. ഇതെല്ലാം സാധ്യമാവുകയാണെങ്കിൽ ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. പൊതുജനങ്ങളുടെ പിന്തുണ വേണം, ചേംബർ ഓഫ് കോമേഴ്സിന്റെ പിന്തുണ വേണം, വ്യവസായ ലോകത്തിന്റെ പിന്തുണ വേണം, ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ പിന്തുണ വേണം, ഫിഷർമെൻ സമുദായത്തിന്റെ പിന്തുണ വേണം. ഇതെല്ലാം ആർജിച്ചെടുക്കുക എന്നത് ഒരു പൊളിറ്റിക്കൽ എക്സർസൈസ് കൂടിയാണ്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നതാണ്. വ്യക്തമാണ് മോഹൻമതി. ശ്രീ രഘുചന്ദ്രൻ നായർ, താങ്കൾ പറയുകയുണ്ടായി ഫ്രോസൺ ഫുഡ്സ് പോലെയുള്ള മറ്റ് ബിസിനസ്സുകളൊക്കെ ഇപ്പോഴും ഈ ഒരു എക്സ്പാൻഷന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളത്. ഷിപ്പിംഗ് ലൈൻസിനെ അട്രാക്ട് ചെയ്യാൻ എന്തൊക്കെയാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയെടുക്കേണ്ട ഇമീഡിയറ്റ് പോളിസി ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണ്? See, the policy interventions already it is there. The question is only ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം, നേരത്തെ എലിയാസ് പറഞ്ഞ പോലെ ഗവൺമെന്റ് ഫോക്കസ് കറക്റ്റ് ആയിരിക്കണം. ഗവൺമെന്റ് വിഷൻ ഡോക്യുമെന്റ് ഷുഡ് ബി കറക്റ്റ്. ആ വിഷൻ ഡോക്യുമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്ത് തന്നെ പോകണം. യു കനോട്ട് ലീവ് ഇറ്റ് ടു ദി ഒഫീഷ്യൽസ് ആൻഡ് ടു ഡിസൈഡ്. ഇവിടെ ഒഫീഷ്യൽസ് കയറി, നേരത്തെ 2-3 ഒഫീഷ്യൽസ് വന്നു. ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിൽ എത്ര പേര് ഡയറക്ടേഴ്സ് ആയിരുന്നു? ഈ ഡയറക്ടേഴ്സ് എല്ലാം കണ്ടിന്യൂറ്റി ഇല്ല. ഡയറക്ടേഴ്സ് തമ്മിൽ തന്നെ ടോട്ടലി വർക്ക് അഗൈൻസ്റ്റ് ഈച്ച് അതേഴ്സ് ഐഡിയോളജി ആൻഡ് എവറിത്തിങ്. അപ്പൊ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, ലൈക്ക് എവറിബഡി സേസ്, ഇതിന്റെ അകത്ത് വേണ്ടത് പ്രോംപ്റ്റ് ആയിട്ടുള്ള ക്വിക്ക് ഡിസിഷൻസ്, വെരി ക്വിക്ക് ഡിസിഷൻസ്. ഇവിടെ ആൾക്കാർ വരാൻ തയ്യാറാണ്. യു മസ്റ്റ് ഗിവ് ദം ദി കോൺഫിഡൻസ് ദാറ്റ് യു ക്യാൻ ഡു ബിസിനസ് ഹിയർ. അതിനുള്ള എല്ലാ സാധനവും ഗവൺമെന്റ് ഹാൻഡ് ഹോൾഡ് ചെയ്യും. ഹാൻഡ് ഹോൾഡിംഗ് ഇസ് വാട്ട് ദേ വാണ്ട്.
ആൻഡ് ദേ വാണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഗവൺമെന്റ് ആയിട്ടുള്ള പോളിസി ക്ലിയർ ആണ്. ഇവിടുത്തെ കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ വി ആർ ടേക്കിംഗ് തിങ്സ് വെരി ലൈറ്റ്ലി. വി കനോട്ട് ഡു ദാറ്റ്. വി മസ്റ്റ് ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഇത് നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം റിവ്യൂ ചെയ്യുന്ന സാധനമല്ല. എവറി വീക്ക് ദർ ഷുഡ് ബി എ റിവ്യൂ by the chief minister or by the chief minister or port secretary or anybody, but there must be a total review. Road connectivity and infrastructure facility, about the skilling, idinu vendulla skilling aayittulla skilling potential cheyanam. They must make sure that all the required aayittulla clearances are given to them on time. ഇനി ആൾക്കാരെ പോയി ഓരോ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കേണ്ട കാര്യം. ദർ മസ്റ്റ് ബി വൺ സിംഗിൾ ഏജൻസി വിൽ ഹാൻഡ് ഹോൾഡ്. എല്ലാ ഷിപ്പിംഗ് കമ്പനിയെ ഹോൾഡ് ചെയ്യാനായിട്ടും അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടും ഒരു കാര്യം വേണം. ശ്രീ ഏലിയാസ് നേരത്തെ പറഞ്ഞ പോലെ ദ പൊട്ടൻഷ്യൽ ഇസ് സോ ഹൈ. MSC ഷിപ്പിംഗ് ഇസ് നോട്ട് എ ഫൂൾ. അവർ ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ആണ്. ഡു യു തിങ്ക് ദേ ആർ ഫുൾ ടു കം ആൻഡ് ഇൻവെസ്റ്റ് 13,000 crores here? 13,000 കോടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവനെ അറിയാം ഇത് ദിസ് ഇസ് എ പോർട്ട് വിച്ച് ഗോ ബാക്ക് ടു ദ ഗവൺമെന്റ് ആഫ്റ്റർ 20 or 30 years or 40 years. But they know that the potential is very high. But we still, സ്റ്റേറ്റിനകത്ത് നമുക്ക് ആർക്കും അത് മനസ്സിലാവുന്നില്ല. പൊളിറ്റീഷ്യൻസിനും മനസ്സിലാവുന്നില്ല, ബ്യൂറോക്രാറ്റ്സിനും മനസ്സിലാവില്ല. നമ്മൾ കുറെ പേര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Every time we talk the same story. Elias keeps on telling the same story. We keep on telling the same story from the Chamber of Commerce side. Everybody keeps on talking. Today, നമുക്ക് talking അല്ല വേണ്ട. We want action. You see the speed how Tamil Nadu is doing. അവർക്ക് നമ്മളെക്കാളും നമ്മളെ ലിറ്ററസി റേറ്റ് കുറവാണെങ്കിൽ അവർക്ക് നമ്മളെക്കാളും വിവരമുണ്ട്. ബിസിനസിന്റെ കാര്യത്തിൽ നല്ല വിവരമുണ്ട്. They know how they are already preparing themselves to make sure that they will be able to make advantage of the Vizhinjam port by sitting in their territory. നമുക്ക് സ്വന്തം ടെറിട്ടറിയിൽ നിന്ന് ബിസിനസ് ചെയ്യാമല്ലോ. നമ്മളിവിടെ ഒരു ചെറുപ്പക്കാരുണ്ട്, സ്റ്റാർട്ടപ്സ് ഉണ്ട്, MSMEs ഉണ്ട്. ഇവർക്കൊക്കെ ഉള്ള പ്രോഡക്ട്സ് ഇവിടെ ഉണ്ട്. എവറി ഷിപ്പിംഗ് ഒരു ഷിപ്പ് വരുമ്പം അതിന് വേണ്ടി വരുന്ന നമ്മളിപ്പോൾ ജബൽ അലി ആയാലും ശരി, കൊളംബോയിലായാലും ശരി, എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നില്ലേ ഒരു ഷിപ്പിന് വേണ്ടി വരുന്ന എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇൻഷുറൻസ് പോളിസി മുതൽ ബങ്കറിംഗ് മുതൽ ഷിപ്പ് റിപ്പയർസ് മുതൽ ഷിപ്പ് സപ്ലൈസ് മുതൽ ഓൾ ദ തിങ്, ഓൾ റിലേറ്റഡ് പേപ്പേഴ്സ്, കസ്റ്റം ക്ലിയറൻസസ്, ഫ്രൈറ്റ് ഫോർവേഡിങ്, എന്തൊക്കെ പേപ്പർ വർക്ക് കിടക്കുന്നു, എന്തൊക്കെ ജോലി കിടക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള കുട്ടികൾക്ക് തയ്യാറായിട്ടുള്ള പിള്ളേർ ഇവിടെ വന്നു കഴിഞ്ഞു. പക്ഷെ ഇവർക്കുള്ള ഫെസിലിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഈ കമ്പനീസ് വരണം. ഈ കമ്പനീസിനെ ഇവിടെ വിളിച്ച് വരുത്തി, ഇപ്പൊ നേരത്തെ എലിയാസ് പറഞ്ഞ പോലെ നമ്മൾക്ക് എത്രയോ കോടി രൂപ മുടക്കി ലോകത്ത് പോയി ചെന്ന് വി ആർ സെല്ലിംഗ് കേരള. സെല്ലിംഗ് കേരള മാത്രമേ നടക്കുന്നുള്ളൂ. നത്തിങ് ഇസ് കമ്മിങ് ബാക്ക്. നമ്മൾ ഇതിന്റെ വിറ്റോണ്ടിരിക്കുക. നമ്മൾ പറയുന്നത് കേരള ഇസ് വൺ സ്റ്റേറ്റ് വിച്ച് ഈസ് വെരി ഗുഡ്. ഭയങ്കര ഹൈ ആയിട്ട് പൊട്ടൻഷ്യൽ സ്റ്റേറ്റ് ആണ്. നമ്മൾ പോയി വിൽക്കുന്നുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് നോട്ട് ട്രാൻസ്ലേറ്റിംഗ് ഇൻ ടു ബിസിനസ്. അവിടെ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം എത്ര കമ്പനീസ് ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു? ആര് മോണിറ്റർ ചെയ്യുന്നു? ഈ ഇരിക്കുന്ന ഓരോ ബ്യൂറോക്രാറ്റ്സ് അത് മോണിറ്റർ ചെയ്യുന്നുണ്ടോ? ഇന്ന് ഇരിക്കുന്ന ബ്യൂറോക്രാറ്റ് അല്ല നാളെ ഇരിക്കുന്നത്. ഓരോരുത്തരും മാറി മാറി പോവുകയാണ്. അപ്പം ദാറ്റ് ഇസ് ബി സംബഡി റെസ്പോൺസിബിൾ. ഇവിടെ ലാക്ക് ചെയ്യുന്നത് ഓണർഷിപ്പാണ്. ദർ ഇസ് നോ ഓണർഷിപ്പ്. ആർക്കാ ഓണർഷിപ്പ്? ഗവൺമെന്റിനും ഇല്ല, പൊളിറ്റിക്കൽ പാർട്ടീസിനും ഓണർഷിപ്പ് ഇല്ല, ബ്യൂറോക്രാറ്റ്സിനും ഓണർഷിപ്പ് ഇല്ല. ലോക്കൽ പീപ്പിളിന് ഓണർഷിപ്പ് ഉണ്ട്. ഇതാണ് കാണുന്നത്. സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. തമിഴ്നാടും കർണാടകയും ഇന്ത്യ മുഴുവനുമായും വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നീക്കങ്ങൾ ശക്തമാക്കുമ്പോൾ കേരളം ഈ തുറമുഖം നൽകുന്ന അവസരങ്ങൾ ഗൗരവമായി കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത SN രഘുചന്ദ്രൻ നായർ, ഏലിയാസ് ജോൺ, ഡോക്ടർ മോഹൻ വർഗീസ്, എല്ലാവർക്കും നന്ദി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.